തമ്മിൽ കണ്ട ഉടനെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തവരോടുകൂടി പറയുകയാണ്, സിനിമ വെറുത്തു എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിനിമയുടെ അഭിപ്രായം പറയുമ്പോൾ മെജോറിറ്റിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നൊരാൾ പറയുമ്പോൾ അയാളോട് കാണിക്കുന്ന വെറുപ്പും അതിൽ എല്ലാവർക്കും ഒരു മെജോറിറ്റിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അയാളോട് കാണിക്കുന്ന വെറുപ്പിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ഈ സിനിമയുടെ നമ്മളിപ്പം റിവ്യൂ ഒരു വൺ ഡേ ലേറ്റ് ആണ്. അത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു ഓഡിയൻസിനോടോ അല്ലെങ്കിൽ റിവ്യൂവേഴ്സിനോടോ അവരുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്നൊരു വെറുപ്പ് അത് നമുക്ക് അവോയ്ഡ് ചെയ്താൽ നന്നായിരിക്കും. ഈ മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് അല്ലല്ല, എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെ അങ്ങനെ മാത്രം എടുക്കുക, എന്നിട്ട് ഈ വീഡിയോ തുടർന്ന് കാണുക. അതെ. സോ സിനിമ എന്ന് പറയുന്നത്, സിനിമ മാത്രമല്ല എന്തൊരാർട്ടായാലും ആർട്ട് ഈസ് സബ്ജക്റ്റീവ് എന്നാണ്. അതായത് അത് കൺസ്യൂം ചെയ്യുന്ന ആൾ, അതായത് അത് കാണുന്ന ആളായാലും കേൾക്കുന്ന എങ്ങനെയായാലും ആ ആൾക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ ഉള്ള അവകാശമുണ്ട്. അത് ഏത് കാര്യത്തിലും ഈ അഭിപ്രായം എന്ന് പറയുന്നത് അയാളുടെ എക്സ്പീരിയൻസ് ആണ്. അതെ, ഒരാളുടെ ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ്. ഞാൻ ആരുടെയും റെപ്രസെൻറ്റേറ്റീവ് അല്ല. ഈ ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ ഇതൊരു ജഡ്ജ്മെന്റ് അല്ല, അഭിപ്രായം, ഒപ്പീനിയൻ. എല്ലാവരും ഇതിനെ ജഡ്ജ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അതെ, വിധി ഇങ്ങനെയാണ്, അങ്ങനെയാണ് നമ്മുടെ അഭിപ്രായം മാത്രമാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാതെ പോകാം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോകാം. ഇത് രണ്ടും തെറ്റല്ല. അതെ. ഈ സിനിമ ഇഷ്ടപ്പെട്ടു, ഇയാളുടെ അഭിപ്രായം കൂടെ കേൾക്കാം എന്ന വിശാല മനസ്സുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അതെ, കണ്ടിന്യൂ ചെയ്യുക. മറിച്ചൊരു അഭിപ്രായം കേട്ടിട്ട് ഇമോഷണലി ഹേർട്ട് ആവത്തില്ലെങ്കിൽ. അതെ, അതായത് ഇപ്പോൾ സൂര്യ ഫാൻസുകാരും ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടവരും ഈ വീഡിയോ തുടർന്ന് കാണണമെന്നോ ഉള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. കാര്യം നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഇമോഷണലി സിനിമ ഭയങ്കരമായിട്ട് എടുത്തിരിക്കുന്നതും, അതായത് സൂര്യയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുന്നവരും ഒരു പക്ഷേ നമ്മൾ പറയുന്ന കേട്ട് ഹർട്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കാൻ നമുക്കൊരു താല്പര്യമില്ല. പക്ഷേ ഇത് ഞങ്ങളുടെ മാത്രം ഒപ്പീനിയൻ ആണ്. അതങ്ങനെ ഒരാളുടെ ഒപ്പീനിയനായിട്ട് മാത്രം എടുക്കണം. അതായത് ഈ സിനിമ കാണുന്ന കോടിക്കണക്കിന് ആളുകളിൽ രണ്ട് പേരുടെ ഒപ്പീനിയനായിട്ട് ഹർട്ടാവണ അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പം സിനിമയെ സ്നേഹിക്കുന്ന നമ്മൾ ചെന്ന് കാണുമ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ ഹേർട്ടാവും നമ്മൾ, ഇത് എന്തുകൊണ്ട് സിനിമ എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെയാണ് സൂര്യയെ സ്നേഹിക്കുന്ന ചിലർ സൂര്യയുടെ ഒരു പാട്ടത്തിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് ഹേർട്ടാവും. അതെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സിനിമയ്ക്ക് നമുക്ക് വർക്കായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സിനിമ നിങ്ങൾക്ക് വർക്കായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഈ സിനിമ വർക്കായില്ല എന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതായത് കമ്പാരിസൺ അല്ല. ആ സിനിമ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, ഈ സിനിമ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഇപ്പം നിങ്ങൾക്ക് ആ സിനിമ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാകത്തില്ല, അപ്പോൾ എനിക്കത് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായത്തെ ഒരു അഭിപ്രായം മാത്രം എടുക്കുക, അതൊരു ജഡ്ജ്മെൻ്റായിട്ട് എടുക്കരുത്. സിനിമയുടെ വിധിയല്ല നമ്മൾ പറയാൻ വരുന്നത്. നമുക്ക് സിനിമ കണ്ടപ്പോൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്തു, എന്ത് തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അത് ആ സെൻസിൽ മാത്രം എടുക്കുക. ഇത് എന്തുകൊണ്ട് ഇത്രയും ലോങ് ആയിട്ട് നമ്മളൊരു പറയേണ്ടി വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതിനു മുമ്പും ഇഷ്ടപ്പെടാത്ത സിനിമകളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവൻ കണ്ടു, അതായത് മെയ് 14 ഈ സിനിമ കാണാൻ വേണ്ടി പോയി. ഫാൻ ഷോ നടന്നില്ല. 11 മണിയുടെ ഷോയ്ക്ക് പോയി, അത് നടന്നില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാണ് അടുത്ത കൺഫർമേഷൻ വരാൻ വേണ്ടി. നൂൺ ഷോ കാണാമെന്ന് വെച്ച് നടന്നില്ല. ഫസ്റ്റ് ഷോ, അതായത് ഈവനിങ് ഷോ നടക്കുമെന്ന് വെച്ച് അത് നടന്നില്ല. സെക്കൻഡ് ഷോയും നടന്നില്ല. അങ്ങനെ ആ ദിവസം മൊത്തം ഞാൻ ഈ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ അന്നേ ദിവസമാണ് ഏറ്റവും കൂടുതൽ എക്സ് യൂസ് ചെയ്ത ദിവസം. അതെന്ന് വെച്ചാൽ ഞാൻ എക്സ് ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്തെങ്കിലും പറഞ്ഞു ഈ പടം റിലീസ് ആവുമോ ഇല്ലെന്ന് അറിയണ്ടേ. ഞാൻ രാത്രി 2 മണി വരെ, അതായത് വർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അത്ര സമയം ബാക്കി വർക്ക് ചെയ്യുന്നുണ്ട്. ആ 2 മണി വരെ ഇരുന്ന സമയത്തും ഞാനിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പടം റിലീസ് ആവുമോ ഇല്ലെന്ന് അറിയണം. ഞാൻ അന്നേ ദിവസം കിടന്നുറങ്ങി. പിറ്റേ ദിവസം റിലീസ് ആവാനുള്ള ചാൻസ് ഒരു 50-50 ആയതുകൊണ്ട് തന്നെ ഞാനത് ഉറങ്ങിപ്പോയി. രാവിലെ 9 മണിയായി എഴുന്നേറ്റ് നോക്കിയപ്പോൾ സൂര്യയുടെ പേജിൽ, ഇൻസ്റ്റാ പേജിൽ പടം ഇന്ന് റിലീസ് എന്ന് പറഞ്ഞ് കണ്ടു. അപ്പം തന്നെ ഞാൻ ബുക്ക് മൈ ഷോയും ഡിസ്ട്രിക്റ്റും എടുത്ത് നോക്കി, രണ്ടിലും ലിസ്റ്റ് ചെയ്തിട്ടില്ല പടം. ആലപ്പുഴ എന്നത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ദെൻ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് 10:30 ഷോ. പക്ഷേ 10:25 ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. 10:30 ഷോ ഉണ്ട് അറ്റ്മോസിൽ. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. സോ ഞാൻ 2 മണിക്കത്തെ ഷോ ബുക്ക് ചെയ്തു. നേരെ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ചെന്നു. തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. പടം തുടങ്ങി എന്താ പറയുക, മുമ്പോട്ട് പോയി പയ്യെ. ഇനിഷ്യലി കുറച്ച് കാര്യങ്ങൾ ഇത് രസമുണ്ടല്ലോ എന്ന് തോന്നിപ്പോയി. ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രതീതിയുണ്ട്. അതായത് ഞാൻ അതുവരെ കേട്ട റെസ്പോൺസുകളുണ്ടല്ലോ, അതായത് സിനിമ ഭയങ്കര വർക്കായി, എല്ലാവർക്കും ഇതാണ് സൂര്യയുടെ തിരിച്ചുവരവാണ്,
നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഞാൻ കുറച്ചധികം കേട്ടു, അതേപോലെ മിക്സ്ഡ് റെസ്പോൺസും കേട്ടു. സോ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഭേദപ്പെട്ട സിനിമയാവും എന്ന് തന്നെ മനസ്സിലുണ്ടായിരുന്നു. അതായത് സൂര്യയ്ക്ക് ഒരു നല്ല സിനിമ കിട്ടിയല്ലോ എന്നുള്ള സംഭവം നമുക്ക് ഇപ്പോൾ എനിക്ക് സൂര്യയ്ക്കൊന്നുമല്ല, ഇപ്പോൾ എനിക്ക് സൂര്യയുടെ ഒരു നല്ല അടുത്ത് ഒരു നല്ല പടം കാണാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം, ഒരു മാസം പടം കാണാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രതീതിയിൽ ഞാനിങ്ങനെ ഇരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആക്ച്വലി ആ ആദ്യത്തെ കോർട്ട് സീനും പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ ഗോഡ് മോഡ് സോങ് വരുന്നവരെ എനിക്ക് കുഴപ്പമില്ലാതെ ഞാനിതിങ്ങനെ പോയി. ആഫ്റ്റർ ദാറ്റ് സിനിമ പോകുന്ന റൂട്ട് എന്നെ സംബന്ധിച്ചോളം വളരെയധികം, അതായത് ആ പടം തുടങ്ങി വെച്ചാൽ അതിൻ്റെ ഐഡിയയും കാര്യങ്ങളെല്ലാം വിട്ടേച്ച് ഇവർ ഫാൻ സർവീസ് ലൈനിലേക്ക് ആ സിനിമ അങ്ങ് വഴിതെറ്റി അങ്ങ് പോയി. പിന്നെ അതങ്ങനെ അങ്ങ് പോയി തീർന്നു. സോ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. എനിക്കാണെങ്കിൽ 2 ദിവസത്തെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ്, അതായത് സിനിമ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. കാര്യം എത്രയൊക്കെ നമ്മൾ സിനിമയുടെ ഫാനാണെന്ന് പറഞ്ഞാലും ഒരു പഴയ സൂര്യ ഫാൻ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഈ മനുഷ്യൻ ജയിച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ എപ്പോഴും പോകും. ഞാൻ തലേ ദിവസം ബാലാജി കരഞ്ഞപ്പം എനിക്ക് വിഷമം വന്നു, ഈ മനുഷ്യൻ ജയിക്കണം നാളെ എന്ന് എൻ്റെ മനസ്സുവരെ കൊണ്ട് ഞാൻ പറഞ്ഞു. പുള്ളി ഇപ്പോൾ ജയിച്ചു, പക്ഷേ സ്റ്റിൽ പുള്ളി ജയിച്ചു, പടത്തിലെ പോലെ ഞാൻ തോറ്റുപോയി. ഏത് അല്ല, കേരളത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ആണ്. പോസിറ്റീവ് റെസ്പോൺസ് ആണ് മെജോറിറ്റി. അപ്പോൾ സോ സിനിമ എൻഡ് ചെയ്തപ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് അത് വന്നു പോയ വഴികളൊന്നും തന്നെ എന്നെ ഒരു രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യിച്ചില്ല. ആസ് എ വ്യൂവർ, ആസ് എ സൂര്യ ഫാൻ ഞാൻ കുറച്ചധികം ഡിസപ്പോയിൻറ്റഡ് ആയി. അതാണ് എൻ്റെ അഭിപ്രായം. ഇനി ചേട്ടൻ പറ. എൻ്റെ കേസ് എന്ന് പറഞ്ഞാലേ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഞാൻ ഇന്നാ പടം കാണും, ഇന്നെന്ന് വെച്ചാൽ സെക്കൻഡ് ഡേ അല്ലേ. അതെ, അപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ രണ്ടാമത് വീണ്ടും കണ്ടു. അതായത് ഈ ഡിസ്കഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ 2 വട്ടം കറുപ്പ് കണ്ടു. എനിക്ക് സെക്കൻഡ് ഹാഫ് വർക്കാവാതെ വന്ന എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്യിച്ച ഈ കറുപ്പ് ഞാൻ 2 വട്ടം കണ്ടിട്ടാണ് ഈ ഡിസ്കഷൻ വന്നിരിക്കുന്നത്. 2 ടിക്കറ്റിൻ്റെ കാശ് കൊടുത്തിട്ടാണ് അഭിപ്രായം പറയുന്നത്. അതെ, അത് ആദ്യത്തെ ടിക്കറ്റ് 180ഉം രണ്ടാമത്തെ ടിക്കറ്റ് 140ഉം. അപ്പം ഞാൻ കണ്ട തിയേറ്റർ കുറച്ച് ശോകമായിരുന്നു. അതെ, ആ തിയേറ്ററിൽ തന്നെയാണല്ലോ ഞാനും കണ്ടത്, രണ്ടാമത് കണ്ടത്. അപ്പം എൻ്റെ പ്രശ്നം തുടക്കം തൊട്ട് ഈ ഓഡിയോയുടെ എല്ലാ ട്രാക്കും കേൾക്കുന്നില്ല. അതായത് ചിലരിങ്ങനെ ഡയലോഗ് പറയുമ്പോൾ അവരുടെ സൗണ്ട്, അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് തന്നെ നെഗറ്റീവിലാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത്രയധികം ഞാൻ ഈ പോസിറ്റീവ് റിവ്യൂസ് ഒന്നും കേട്ടില്ല, ഈ റിവ്യൂസ് ഒന്നും കണ്ടില്ല. ഞാൻ ആപ്പാടെ കേട്ടത് ഇവൻ്റെ റിവ്യൂ ആണ്. അപ്പം ഇവന് പടം ഒട്ടും വർക്കായില്ല എന്ന് കേട്ടിടത്തുനിന്നാണ് ഞാൻ കാണാൻ കയറുന്നത്. അപ്പം എനിക്ക് പടം വാച്ചബിളി ബാഡ് എന്നാണ് തോന്നിയത്. അതായത് ഇങ്ങനെ കണ്ടിരിക്കാം, പക്ഷേ ഇതൊരു മോശം സിനിമയാണ് എന്നാണ് എൻ്റെ ഒറ്റ വാക്കിലുള്ള അഭിപ്രായം. കാരണം മോശം സിനിമയാണെന്ന് മോശമായും തോന്നി. ഇത് ട്രെയിലർ കണ്ട് ഞാനും നിന്നെ പോലെ ഫസ്റ്റ് ഡേ കയറിയിരുന്നെങ്കിൽ കുറച്ചധികം ഡിസപ്പോയിൻ്റ് ചെയ്തന്നെ. അപ്പം നിൻ്റെ റിവ്യൂവിൽ നിന്ന് ഞാൻ പടം മോശം പടമാണെന്ന് സെറ്റ് ചെയ്തല്ലോ. എൻ്റെ എക്സ്പെക്ടേഷൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ശരിവെക്കുന്ന രീതിയിലുള്ളൊരു പടമാണ് ഞാൻ കാണുന്നത്. പിന്നെ ഉണ്ടായിരുന്ന നമ്മൾ ഈ തമിഴിൽ നിന്ന് വരുന്ന ഒരുപാട് കൊമേഴ്ഷ്യൽ സിനിമകളിൽ, അതായത് ഒരു ഗംഭീര ഐഡിയ ആയിട്ടായിരിക്കും കൊമേഴ്ഷ്യൽ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഐഡിയ വെച്ചിട്ട് ഒരു ടെംപ്ലേറ്റ് പടം, നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പടങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ആശയം കൊണ്ടുവരുന്നു, അത് വെച്ചൊരു ടെംപ്ലേറ്റ് പടം. ഇപ്പം ഈ നമ്മുടെ ശങ്കർ നമ്മുടെ ഇത് ചെയ്തില്ല, അന്യൻ്റെ അതിനകത്തൊരു ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ പുതുമ അതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടെംപ്ലേറ്റ് നമുക്ക് മറക്കാൻ പറ്റും. പക്ഷേ ബേസിക്കായിട്ട് പറഞ്ഞാൽ മറ്റേ ഈ പറയുന്നൊരു അസുഖമുണ്ട്, ഒരു ഡോക്ടർ വന്ന അസുഖത്തെക്കുറിച്ച് നായകൻ്റെ അടുത്തുള്ള ആൾക്ക് കാമുകിക്കോ അമ്മയ്ക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. നായകൻ അസുഖമായിട്ട് ജീവിക്കുന്നു, വില്ലന്മാരി ഈ സാധനം തന്നെ. പക്ഷേ അതിനകത്ത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. പക്ഷേ കറുപ്പെടുത്താലും എനിക്ക് ആ വൈബാണ് തോന്നിയത്. അതായത് ഇങ്ങനൊരു ടെംപ്ലേറ്റ് അതിൻ്റെ അടിയിലൊക്കെ കിടപ്പുണ്ട്, അതിന്റെ പുറത്ത് ഇവർ കുറച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഫെയിൽ ആവുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് പടത്തിനകത്തുണ്ട്. അത് നമുക്ക് ത്രൂ ഔട്ട് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. ഞാൻ രണ്ടാമത് കണ്ടപ്പോൾ ശ്രദ്ധിച്ച ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവരൊരു ഫെയിൽ ആവുന്നുണ്ട്. അതെ, അതായത് ഇത് ഈ സിനിമ എടുത്തവർക്ക് പോലും എന്നാണ് ഈ പടത്തിന്റെ ജോണർ എന്ന് കംപ്ലീറ്റ്ലി അറിയത്തില്ല. അതായത് ഇത് ഞാനൊരു മാസ് പടമാണ് എന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല, ഇതൊരു ഫാന്റസി പടമാണെന്ന് കംപ്ലീറ്റ്ലി അവർക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു അവിയൽ പോലെ കുഴച്ച് ഇതെല്ലാം കൂടെ മിക്സിയിട്ട് ബ്ലെൻഡറിട്ട് അടിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു മൊത്തം പടത്തിൽ. പിന്നെ ഈ പറയുന്ന പോലെ ഒറ്റയടിക്ക് ഇപ്പം ഇതുവരെ കണ്ട് ഇപ്പം ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഇപ്പം പോയി കാണും. അപ്പം തുടർന്ന് കാണുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒറ്റയടിക്ക് ഇതൊരു കൂറപ്പടം അല്ലെങ്കിൽ ഗംഭീര പടം എന്ന്
പറയാതെ ഇപ്പം നമ്മൾ ഈ റിവ്യൂ എന്ന് മാറ്റി ഡിസ്കഷൻ ഇടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് പോസിറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തു, കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഏറ്റവും വലിയ പടത്തിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ എലമെൻറ്റ് ഈ പറയുന്ന RJ ബാലാജി ചെയ്ത എല്ലാ കാര്യങ്ങളും. എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ആക്ടിങ് ഭയങ്കര വീക്കായിട്ട് തോന്നി. ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാനുള്ളൊരു ആക്ടിങ് പവർ പുള്ളിക്കില്ല. പുള്ളി സ്ക്രീനിൽ വന്നാൽ ഫ്ലാറ്റാണ് ഭയങ്കര. എനിക്ക് എൻ്റെ കാര്യമാണ്, കാരണം എൻ്റെ ഫസ്റ്റ് RJ ബാലാജി പടം. ഇതിനു മുമ്പുള്ള പുള്ളി ഡയറക്റ്റ് ചെയ്ത അമ്മൻ ഞാൻ കണ്ടിട്ടില്ല. അതിന് കുറച്ച് ഭേദപ്പെട്ട റിവ്യൂ ഉണ്ടെന്ന് കേട്ടു, പക്ഷെ ഞാൻ പേഴ്സണലി അത് കണ്ടിട്ടില്ല. അപ്പം പുള്ളി സ്ക്രീനിൽ വന്ന് അഭിനയിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ആ ആക്ടർ ഇപ്പോൾ സൂര്യയുടെ ഓപ്പോസിറ്റൊക്കെ വരുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആക്ടിങ് ആണ് നമ്മൾ കണ്ട് പുള്ളിയെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിന് ഓപ്പോസിറ്റ് വന്ന് നിന്ന് ചെയ്തിട്ട് ആന ആടും പോലെ മറ്റേ ആ ഇന്റർവെല്ലിന് മുമ്പുള്ള സീനിൽ ഇവർ തമ്മിൽ കണ്ട പ്രോമിസിന് മുമ്പുള്ള ആ ഒരു സീക്വൻസ്, അപ്പോൾ ആ സീക്വൻസിൽ സൂര്യ ഇങ്ങനെ ഒറ്റ നോട്ടത്തിലുള്ള പവർ പോലും പുള്ളി തിരിച്ച് ഭയങ്കര ഓവർ ആക്ടിങ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ആ സീൻ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ സീൻ രണ്ട് ടോൺ ഒരേ. അതായത് ഇത് സംബന്ധിച്ചാൽ നമുക്കിത് എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പം എനിക്ക് തുടക്കത്തിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്ദ്രൻ സേട്ടനും അനഘയുടെ ക്യാരക്ടർ വന്നു, അവർ പെർഫോം ചെയ്ത് പോകുമ്പോഴേക്കും നമ്മൾ സ്ഥിരം തമിഴ് പടത്തിൽ കാണുന്നതിനേക്കാളും നന്നായിട്ട് ഒരു മലയാളി കണ്ടാൽ ഇത് മലയാളികൾ തന്നെ അഭിനയിച്ച് മലയാളം പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ പല തമിഴ് പടത്തിലും മലയാളികളെ പ്രസന്റ് ചെയ്യുന്നത് അല്ല, അവർ പറയുന്ന മലയാളം കുറച്ച് പക്ഷെ അത് കുറച്ച് ബെറ്റർ ആയിട്ടാണ് ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനകത്തും ബെറ്റർ ആയിട്ട് ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഏതാ മലയാളം സംസാരിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ മലയാളം എനിക്ക് പ്രശ്നമായിരുന്നു ഇവര് തമിഴിൽ സംസാരിക്കും, അവർ മലയാളികളായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, അനഘ ഒരു പോയിന്റില് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കും. അപ്പൊ തമിഴ് പറയണ്ടായിരുന്നു എനിക്ക് തോന്നിയത് ആ സമയത്ത്. അല്ല ആ ഡിസിഷൻ അവരിപ്പം ഈ അജു വർഗീസ് പറയുന്നതിന്റെ മേളിൽ ഓവർ ഡബ് ചെയ്ത് തമിഴിൽ വിട്ടിട്ടുണ്ട്. അല്ല അത് അതുപോലെ പല സീൻ്റെ അകത്തും അഭിനയിച്ചപ്പോൾ അവര് മലയാളം പറഞ്ഞേക്കുന്നത്. അല്ല അത് സംഭവം എന്ന് വെച്ചാൽ ഓവർ ഡബ് ചെയ്തത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് മലയാളം കാണണ്ട. തമിഴ് ഓഡിയൻസ് ഈ പടം ചെയ്യുന്നത് മെയിൻലി അവർ എയിം ചെയ്യുന്നത് തമിഴ് ഓഡിയൻസിന്. അപ്പൊ അവർക്ക് അവിടെ തമിഴ് പ്ലേസ് ചെയ്യണം. സോ അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഇനിഷ്യൽ തുടങ്ങിയപ്പം ഈ ഒരു പോസിറ്റീവ് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ബെറ്റർ ആയിട്ടാണല്ലോ പോകുന്ന. കോടതിയിൽ ഒരു ഭയങ്കര കറക്റ്റഡ് കോടതി, അതിലൊരു മെയിൻ ഒരു ഈ പറഞ്ഞ ബെറ്റർ നല്ല രീതിയിൽ. അപ്പം ഞാനത് കണ്ടുകൊണ്ട് ആ സൂര്യയുടെ ഇൻട്രോ വരെ പടം ഇങ്ങനെ പോകുന്നത് ഒരു വേറൊരു പടമാണ്. നമ്മൾ കാണാൻ വന്ന മാസാക്ഷൻ പടമല്ല, സീരിയസ് ഒരു വേറൊരു കോഡ് ഡ്രാമ, അല്ലെങ്കിൽ ആ ഒരു കോഡ് ഡ്രാമ പ്ലസ് അതിനകത്ത് കുറച്ച് ഫണ്ടും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ലൈനിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വളരെ നല്ല രീതിയിൽ പോകണുണ്ടല്ലോ എന്നിങ്ങനെ തോന്നിയിരുന്നു. ഈ സിനിമ കാണുന്നതിന് മുമ്പ് വരെ ഈ സൂര്യയുടെ ഈ പടത്തിന് ജോണർ ഇങ്ങനെ ഒരു ഫാൻറ്റസി എൻ്റെ മനസ്സിൽ ഈ സൂര്യയുടെ ക്യാരക്ടറിൻ്റെ അകത്ത് മറ്റേ ഈ എന്താ പറയുക കറുപ്പയ്യ സ്വാമി കയറി അങ്ങനെ ആയിരിക്കും നമ്മൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ ചിന്തിച്ചിരുന്നത് അങ്ങനെ ഒരു പടമാണ്. പക്ഷേ ഈ ആള് ദൈവമാണെന്നുള്ള ആ ഒരു എലമെൻറ്റ് നമുക്ക് സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് സമയം എടുത്തതാ അത് ദഹിക്കാൻ സമയം എടുക്കുന്ന കാര്യം. അതിൻ്റെ പ്രസൻറ്റേഷൻ ഒരു സ്മൂത്ത് അല്ലായിരുന്നു. ടപ്പേന്ന് പറഞ്ഞ് നമുക്ക് പടം തുടങ്ങുന്നപ്പോൾ തന്നെ നമ്മളെ ഇതൊന്ന് കാണിക്കും, പക്ഷെ അത് ലാൻഡ് ആവണില്ല. പല പടങ്ങളിൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴത്തേക്ക് VFX വെച്ച ഒരു സീക്വൻസ് പടത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന പോലത്തെ VFX ആയിരുന്നു. അതെ അത് മൊത്തത്തിൽ ഇങ്ങനെ ബ്ലണ്ടറിൽ കിടന്ന് റണ്ടർ ആയിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ അപ്പൊ അത് ഈ പടത്തിന്റെ ടോൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇത് ഒരേ സീൻ്റെ അകത്ത് തന്നെ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് മീറ്ററിൽ അഭിനയിക്കും. അപ്പൊ കറുപ്പയ്യ സ്വാമി വളരെ സീരിയസ് ഗ്രൗണ്ടഡ് ഒരു പടത്തിൽ അഭിനയിക്കുന്നു, പക്ഷെ പുള്ളി ഫാന്റസി ക്യാരക്ടറാണ്. ഇപ്പുറത്ത് ഭയങ്കര തമാശ പടമായിട്ട് സ്വാമി മുമ്പേ വന്ന് നിങ്ങളെ കൊല്ലൂന്ന് പറയുമ്പോഴും ഇയാൾ കിടന്ന് കളിക്കും. അപ്പൊ അതിന് ആക്ച്വലി പുള്ളി ഒരു പില്ല് കഴിച്ചിട്ടുണ്ട്, അതിന്റെ ലൈനിലാണ് പുള്ളി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ അവര് മൊത്തം പുള്ളിയുടെ സങ്കല്പമാണോ. ഞാൻ ഇൻട്രൊഡക്ഷൻ കണ്ടോണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ ഓക്കെ ഈ പുള്ളി പില്ല് കഴിച്ചിട്ട് കാണുകയാണ്. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പുള്ളി ഇത് കണ്ടിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിൽ ഓക്കെ ഈ പുള്ളി കറുപ്പയ്യ സ്വാമിയായിട്ട് സൂര്യ വന്നിവരെ എല്ലാവരും ഇടിക്കുന്നതാണ് പുള്ളിയുടെ മറ്റേ ആലൂസിനേഷനിൽ പുള്ളി കാണുന്നതാണ്, അല്ലെ പുള്ളി ഹൈ ആയിക്കുന്നവർ കാണുന്നതാണെന്നുള്ള ലൈനിലാണ് വിചാരിക്കുന്നത്. പക്ഷേ അവസാനത്തേക്ക് എത്തും ആ ഫൈറ്റ് സീൻ കഴിഞ്ഞ് ഈ RJ ബാലാജി കെട്ടിത്തൂക്കണം ഞാൻ വിചാരിച്ചു ശരിക്കുമാണോ. അപ്പോൾ എനിക്കത് കുറച്ച് സമയം എടുത്തു. അത് പക്ഷെ പുള്ളി പില്ല് കഴിക്കുമ്പോഴൊക്കെയാണ് ഈ സാധനം നമ്മളെ കാണിക്കുന്നത്. എപ്പോഴും ഇല്ലെന്ന് തോന്നുന്നു. ക്ലൈമാക്സിൽ കൊണ്ട് സ്റ്റാർട്ടിങ്ങിലുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊന്നും ഇല്ലല്ലോ. ഇടയ്ക്ക് പുള്ളി നോർമലാണ്. ഇനി അങ്ങനെ ഒരു ലെയർ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ കണ്ടോണ്ടിരുന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് എങ്ങനെ പറയാം. അതായത് ഇതിനകത്ത് കറുപ്പയ്യ സ്വാമിയെ കുറിച്ചാണ് പറയുന്നത്, കറുപ്പെന്നാണ് പറയുന്നത് എങ്കിൽ കൂടിയും ഇപ്പൊ ലാസ്റ്റ് തൃശ പറയുന്ന ഒരു ഡയലോഗാണ്, കോടതിയും അതായത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സിസ്റ്റം ഒക്കെ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്താൽ ദൈവത്തിനെ വിളിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ദൈവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പടമല്ല,
ദൈവത്തിന് എതിരെന്നല്ല, എന്നാലും ദൈവം എന്ന അത് ഇതിൽ സൂര്യയുടെ കാർട്ട് പറയുന്നുണ്ടല്ലോ, ഈ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് രക്ഷിക്കത്തില്ല എന്ന് ശിക്ഷ വയ്ക്കുമ്പോൾ അപ്പൊ നിങ്ങൾ മനുഷ്യൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യേണ്ട കാര്യം നിങ്ങളെ കൊണ്ട് നടക്കാതെ വരുമ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചൊരു സംഭവമാണ് ഈ കറുപ്പയ്യ സ്വാമി. അപ്പം എന്നിട്ട് ഇന്ന ഏരിയക്ക് പ്രൊട്ടക്ടർ ആയിട്ട് ഒരു കറുപ്പയ്യ സ്വാമി വെച്ചിട്ട് അപ്പൊ അവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഈ കോടതിയും പോലീസും ഒക്കെ നിങ്ങൾ ബേസിക്കലി നമ്മൾ ഇന്നലെയാണ് നോക്കിക്കഴിഞ്ഞാൽ ആ കോർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എല്ല അല്ലെ, ആ എല്ലയാണ്. ആ എല്ലയില് ഇപ്പം പോലീസും ഫെയിലാ. ഇതിനകത്ത് ഇപ്പം ഇന്ദ്രൻസിനെ ഫെയിൽ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ, അതെ അതെ, കള്ളന്മാര് തൊട്ട് കള്ളന്മാര് പോലീസ് സ്റ്റേഷന് ഇതെല്ലാം ഒരു എലമെന്റ് ആണ് നമ്മൾ കറുപ്പസ്വാമി. ആ കറുപ്പസ്വാമി ഇതെല്ലാവരും ഒരൊറ്റ ഈ ഒരു ഡോമിനുള്ളിലാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഈ പറയുന്ന ആ ഒരു ഏരിയ, അത്ര ഏരിയക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യനുണ്ടാക്കിയ അഡ്മിനിസ്ട്രേഷൻ എല്ലെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അത് ആ എലമെന്റിലേക്ക് എല്ലാം നമ്മൾ കറുപ്പസ്വാമിക്ക് വിട്ടുകൊടുക്കുന്നു, നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ലൈനിലാണ്. അതെ, അതായത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ ഈ ഐഡിയാസ്, അതായത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഐഡിയ, ഞാൻ ഇന്നായ ഐഡിയ എന്ന് പറയുന്നത് ഇതിനകത്ത് കോമഡി എന്നറിയാം. ഇതിന് ഒരു 10 വർഷം കഴിയുമ്പോൾ ഇത് കൾട്ട് പടമായി മാറും. ഈ നെഗറ്റീവ്സ് ഒക്കെ ഇപ്പോഴങ്ങനെയല്ല, പല കൾട്ട് പടത്തിന്റെ നെഗറ്റീവ്സ് നമ്മുടെ മെമ്മറിയിലില്ല. അപ്പൊ അതിന്റെ പോസിറ്റീവ് സീനുകൾ മാത്രം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഇത് ഡീകോഡ് ചെയ്തിട്ട് ഇത് മറ്റേ വേറൊരു പടമാന്ന് പറയുന്നത്, വേറൊരു സാധനമാക്കി പിന്നെ ഉദ്ദേശിച്ച സംഭവം. ഇത് ഇപ്പൊ വരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് പടം ഇന്നായത് ഈ ഇൻട്രൊഡക്ഷൻ സീൻ കഴിഞ്ഞിട്ട് ഈ ആർ ജെ ബാലാജിയും സൂര്യയുടെ ക്യാരക്ടറും തമ്മിൽ, കറുപ്പയ്യ സ്വാമിയും തമ്മിലൊരു ചലഞ്ച് ഉണ്ടാവും. അതായത് മനുഷ്യൻ ദൈവത്തെ ചലഞ്ച് ചെയ്യുന്നു. അതായത് മനുഷ്യൻ ദൈവത്തിനോട് പറയുകയാണ്, നീതി കാക്കുന്ന നിങ്ങൾ നീതികേട് കാണിക്കുന്നത് ശരിയാണോ, നിങ്ങൾക്ക് മനുഷ്യനായിട്ട് വന്ന് മനുഷ്യരെങ്ങനെയാണോ ഈ നീതി തേടി പോണത് ആ ലൈൻ നിങ്ങൾ ഫോളോ ചെയ്ത് വിജയിക്കുമെന്ന് പറയും. ആ ഐഡിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പം ഈ മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിച്ചു, ദൈവം മനുഷ്യനായിട്ട് വന്ന് മനുഷ്യരോട് മത്സരിക്കുന്നു. ഈ മത്സരിച്ച് ഈ ദൈവം ഫൈനലി തോറ്റുപോവുകയാണ്, മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം പരാജയപ്പെടുന്നു. ദെൻ ദൈവത്തിൻ്റെ ഗോഡ് മോഡ് ബിഗിൻസ് എന്നുള്ള ഇതാണ് അവരുടെ ആ സ്ട്രക്ചർ. പക്ഷേ ഇവിടെ ഈ വില്ലൻ ക്യാരക്ടറാണ് ദൈവത്തിനെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പം വർക്കാവാത്ത എലമെന്റ് എന്ന് പറയുന്നത് റൈറ്റിംഗിൽ വർക്കാവാതെ ഈ വില്ലൻ അല്ലായിരുന്നു ആ ചലഞ്ച് ചെയ്യേണ്ടിരുന്നത്. അതെ, അത് വേറൊരാള് ചലഞ്ച് ചെയ്യണം. എന്നിട്ട് ഇപ്പൊ ഇന്ദ്രൻസ് ചലഞ്ച് ചെയ്യാൻ കറുപ്പയ്യ സ്വാമി നേരിട്ട് വന്ന് പവർ ഉപയോഗിച്ചല്ല, അത് എനിക്ക് കോർട്ടിലൂടെ തന്നെ ഞാൻ നീതി തേടിപ്പോയത് കോർട്ടിലാണ്, എനിക്ക് കോർട്ടിലൂടെ തന്നെ അത് നേടിത്തരണം, അത് കറുപ്പയ്യ സ്വാമി നേടിത്തരണം. അങ്ങനെ വേറൊരു ക്യാരക്ടർ ചലഞ്ച് ചെയ്യണം. ഇതിപ്പം എല്ലാരെയും ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടർ അവരെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞ് ഞാൻ രക്ഷിച്ചോളാം എന്ന് പറയുന്നതിന് പകരം ആ ക്യാരക്ടറുടെയും ചലഞ്ചും മേടിച്ച് എനിക്കത് മനസ്സിലായില്ല. അതായത് ഇവൻ വില്ലനാണ്. അപ്പൊ ദൈവത്തിന് അറിയാം ഇവൻ പ്രശ്നമാണെന്ന്. അപ്പൊ അവന്റെ ചലഞ്ച് ദൈവം ഏറ്റെടുക്കുക എന്ന് പറയുന്നതിനകത്ത് അവിടെ ഒരു ലൈക്ക് അത് ഇൻട്രസ്റ്റിംഗ് അല്ല. അതെ, കാരണം അപ്പൊ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മളൊരു ഇദ്ദേഹം ദൈവമാണ്, ദൈവം എങ്ങനെ കളിച്ചാലും ദൈവം വിജയിക്കും, അറ്റ് ദി എൻഡ് ദൈവം വിജയിക്കും എന്നറിയാം. അപ്പൊ ഈ ക്യാരക്ടർ, അതായത് ഈ ആർ ജെ ബാലയുടെ ക്യാരക്ടറിനെ സംബന്ധിച്ചോളം പുള്ളിക്ക് ഇതിനൊന്നും പേടിയില്ല. ഇമോഷണൽ കണക്ഷൻ, അതായത് വില്ലൻ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിന്റെ പവർ ഉപേക്ഷിക്കുന്ന പറയുന്നതിനൊരു കണക്ട് ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ എന്തിനാ ഇത്. അതെ, ഇതിപ്പോ ഈ പടത്തിന്റെ ടോൺ ഒരു കോമഡിയാണ്, ഒരു ഫാന്റസി കോമഡി ജോണർ ആയിരുന്നു ഈ പടമെങ്കിൽ അതും വർക്കായാണ് കാര്യം. അപ്പൊ എന്തും നടക്കും, എന്തും ചെയ്യാം. നമ്മൾ ഈ ബ്രൂസ് ഓൾമൈറ്റിയെ കാണുന്ന പോലത്തെ ലെയർ സീക്വൻസ്, അത് ആ സീക്വൻസ് വന്നപ്പോ എനിക്ക് എന്തോ 20 പേര് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞതിനകത്ത് ഈ 20 സീൻ 20 പേര് എഴുതിയത് 20 പേരെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പുള്ളിയുടെ റൈറ്റിംഗ് ടീമിൽ ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നു. ടീം അപ്പൊ ഇപ്പൊ ഓരോ പേരും എഴുതിയ സീനും ഈ എടുത്ത് വെച്ചേക്കുന്ന പോലെയാണ്. അതെ, അതായത് ഒരു റീല് കാണുന്ന പോലെ. അതായത് പുള്ളി ഇന്റർവ്യൂവിൽ പ്രത്യേകം പറഞ്ഞു, ഈ പടം 10 മിനിറ്റ് നിങ്ങൾക്ക് തിയേറ്റർ മൊമെന്റ് ആണ്. അതായത് നമ്മളൊരു റീൽ ഇങ്ങനെ 10 മിനിറ്റുള്ള റീല് കാണുന്ന പോലെ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമ്പോൾ ഓരോ മൊമെന്റ് വന്നു. ബേസിക്കലി സൂര്യ ആരാധകർ കുറെ നാളായിട്ട് തിയേറ്റർ മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവരെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ സിനിമയുടെ പ്രൈം ഓഡിയൻസ് എന്ന് പറയുന്നത് സൂര്യ ഫാൻസ് ആണ്. ഒരു പോയിന്റ് വരെ അവർക്കൊരു 5 തിയേറ്റർ മൊമെന്റ് ഉണ്ട്. ഇതൊരു കൊഹീസീവ് ഫിലിം അല്ലെന്നുള്ളത്. അതെ, നമ്മൾ പറയുന്നത് ആ മൊമെന്റുകൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ആർപ്പ് വിളിച്ചിട്ടുണ്ടാവും, കൈയടിച്ചിട്ടുണ്ടാവും, ഗുഡ്, അത് നിങ്ങൾ സന്തോഷിച്ചു, നിങ്ങൾ എൻജോയ് ചെയ്തു, നിങ്ങൾ ഹാപ്പിയായി, ഓക്കെ. പക്ഷേ ആസ് എ ഫിലിം എന്ന രീതിയിൽ ഇത് നമുക്ക് വർക്കാവുന്നില്ല എന്നത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ മൊമെന്റുകളിൽ ചില മൊമെന്റ്, അതായത് എസ്പെഷ്യലി ഇന്റർവെല്ലിൽ ആ ഫൈറ്റ് നടക്കുമല്ലോ, പ്രീ ഇന്റർവെൽ ഫൈറ്റ്, അതിൽ ആ ആൾക്കാരൊക്കെ ഇങ്ങനെ ഏറിപ്പോങ്ങി മറ്റേ പുള്ളി ഇങ്ങനെ മറ്റേ ഏറിപ്പോന്നല്ല ഏട്ടാ, മറ്റേ പുള്ളി ഇങ്ങനെ മറ്റേ പുറയുന്ന ഇങ്ങനെ ആൾക്കാർ കൈയൊക്കെ വിടർത്തിട്ട് മറ്റേ നമ്മൾ മറ്റേ സലാറിൽ കണ്ട പോലത്തെ. അപ്പം അതെനിക്ക് ശരിക്കും വിത്ത് മ്യൂസിക് സീനി കണ്ടപ്പോൾ ഗൂസ്പം ഉണ്ടായി ആ മൊമെന്റിൽ, ആ ഒരു ഒറ്റ മൊമെന്റിൽ. എനിക്ക് ഞാനത് കണ്ടപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച കാര്യമാണ്,
സലാറിൽ അങ്ങനെ ഒരു മൊമെന്റ് വരുത്താൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ആ സെറ്റപ്പ് കഴിഞ്ഞ ആ മൊമെന്റിൽ എത്തുമ്പോ അത് ആ കണ്ടോണ്ട് ചുമ്മാ ഇരിക്കുന്നവരെ കൈയടിച്ചു. അതായത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനല്ല, മറ്റേ വില്ലൻ വന്നിട്ട് വില്ലന്റെ കൂടെ 2 സ്ത്രീകൾ വന്നിട്ട് ഇപ്പൊ തയ്യാറാക്കാന്ന് പറഞ്ഞ പോയിന്റ്, അങ്ങനെ കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വന്നിട്ട് നമ്മളെ രക്ഷിക്കാൻ കാട്ടേരമ്മൻ വരും, പകരം മകനാണ് അയച്ചിരിക്കുന്നത് പറയുന്ന മൊമെന്റ് എന്ന് പറഞ്ഞത് ഇപ്പോഴേക്കും പറഞ്ഞിട്ട് ഈ സാധനം വരുമ്പോൾ ഒരു ഹൈ. ഇതിനകത്ത് ആ ഷോട്ട് ഗംഭീരമാണ്. നമ്മൾ സൂര്യ ഫാൻ ആയതുകൊണ്ട് സൂര്യക്ക് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ കിട്ടി എന്നുള്ളതാണ് കിട്ടിയെന്നുണ്ട്. പക്ഷെ അതിനൊരു റൈറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ, ആ മൊമെന്റിലേക്ക് എത്തിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ അത് വേറെ ലെവൽ സാധനം. ഇപ്പോ ഒരുപക്ഷെ ഇപ്പൊ വീഡിയോ കാണുന്നതിൽ പോലും ഇതൊന്നും ഇല്ലാണ്ട് പോലും ഞങ്ങളത് എൻജോയ് ചെയ്തില്ലേ. നിങ്ങൾ എൻജോയ് ചെയ്തു, അത്രേ ഉള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞു പീരീഡ്. അതായത് എൻജോയ് ചെയ്തവരും ഈ പടം കണ്ട് സന്തോഷിച്ചവരും ഹാപ്പിയാണ്. നിങ്ങൾ കണ്ടതിനെ ഞങ്ങൾ കുറ്റം പറയുകയൊന്നുമല്ല. ഇത് ഞങ്ങൾക്ക് അതങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ല മൊത്തത്തിൽ എന്നുള്ളതിലാണ്. ഇപ്പം ഞാൻ ഈ പടത്തിൽ ആകെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എൻ്റെ ഏറ്റവും വലിയ മൊമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഷോട്ടായിരുന്നു. കാരണം അത് ട്രെയിലറിലുണ്ടായിരുന്നു ആ ഷോട്ട്. അപ്പോൾ എനിക്ക് ആ ഷോട്ട് പടത്തിൽ ഇങ്ങനെ കണ്ട് മ്യൂസിക്കും പരിപാടിയും കൂടെ വന്നപ്പം അത് കൊള്ളാം. അപ്പോൾ തിയേറ്ററിൽ ഒരു കൈഡിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ വെള്ളം അടിക്കുന്നൊരു കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നൊരു സാധനമാണ്. ഇപ്പം നമ്മൾ ഈ ദാഹം വന്നു വെള്ളം കുടിച്ചു, അത് നമ്മളിങ്ങനെ ഓർത്ത് വെക്കുന്നില്ല. എടാ അന്ന് 3-ാം തീയതി ഞാൻ കുടിച്ച വെള്ളത്തിൻ്റെ രുചി എന്നും പറഞ്ഞാൽ ആരും ഓർത്ത്. പക്ഷേ കറക്റ്റ് അളവിൽ ഇങ്ങനെ ഐസൊക്കെ ഇട്ട് ഒരു സാധനം ഒരു തണുപ്പത്തിരുന്ന് അടിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഓർത്തിട്ട് വീണ്ടും ആ സാധനമില്ലേ, ആ ഡിഫറൻസ് പോലെയാണ് ആ സെറ്റപ്പും. ദാഹം കുടിച്ചു വെള്ളം കുടിച്ചു പോലല്ല ഈ സാധനം എന്ന് പറയുന്നതാണ്. ക്ലിയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ഒരു പരിപാടി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന പോലെ ഇങ്ങനെ കണ്ടുപോകാം. അതെ, അതാ പറഞ്ഞത്. അതിപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന ഇപ്പോൾ ഒരുപാട് പേരുടെ, അതായത് ഞങ്ങൾ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. അതായത് മെയ് 16-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. മെയ് 16-ാം തീയതി വീണ്ടും ഒരു ഷോ ഞാൻ കണ്ടു, 2-2.5 കണ്ടു. അപ്പം ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഈ പടത്തിനെ പറ്റിയുള്ള ആൾക്കാരുടെ മെജോറിറ്റി റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. തിയേറ്റർ റെസ്പോൺസ് കണ്ടു. ഈ വീഡിയോസിൻ്റെ എല്ലാം താഴത്തെ കമൻറ്റുകൾ പലതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വലിയ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരുടെ താഴെ ഭയങ്കര അധികം കൺഗ്രാജുലേഷൻസും, ഈ പറഞ്ഞ പോലെ പടം ഇഷ്ടപ്പെട്ടവരുടെ ലവ് ഇത് നിങ്ങൾ ജെനുവിൻ റിവ്യൂവറാണ്, ജെനുവിൻ റിവ്യൂ ഇതേ കണ്ടു. അപ്പറേ സമയത്ത് പടം എനിക്ക് വർക്കായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ എല്ലാവരുടെയും താഴെ പോയി നീ ആരാടാ ഇത് പറയാൻ, നിനക്ക് എന്താ അറിയാം, നീ പോടാ, നീ ഉടായിപ്പോൾ, നീ ഇതിനു മുമ്പ് കാന്താര 2 കിടിലം പടമാണെന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് വായിച്ചത്, അതായത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലാതെ പുള്ളിയുടെ കൂടെ ആ തിയേറ്ററിൽ നിന്ന് എല്ലാവർക്കും ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയുന്നത്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പുള്ളിയുടെ ജില്ലയിലുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല പുള്ളി പറയുന്നത്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം പുള്ളി ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അടുത്ത പടം കണ്ടാൽ മതി. അതിന് പകരം ഈ കമൻറ്റ് ചെയ്യുന്നത് വളരെ ഇതായിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. എന്താ ഇത് ഇഷ്ടപ്പെടണം നിങ്ങൾ എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ള ചോദ്യം. ആ ടോണിന് പകരം അത് കുറച്ചുകൂടെ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് നിങ്ങളുടെ അഭിപ്രായം. എനിക്ക് പടം ഭയങ്കര, ഇപ്പം താഴെ പോയി ചിലരുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രോ ഇത് ഞാൻ ബ്രോയുടെ റിവ്യൂ കണ്ടു, ഓക്കെ, പക്ഷേ എനിക്ക് പടം വർക്കായി, നല്ല സൂപ്പർ, അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് കറക്റ്റ് വേ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ നമ്മളിങ്ങനെ കോൺവെർസേഷൻ. അതെ, അതിന് പകരം ഞാനൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു. ഇപ്പം ഞങ്ങൾ തമ്മിൽ പോലും ഇഷ്ടപ്പെടാത്ത സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടതും പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങളും ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ വ്യത്യാസം അറിയാനും പറ്റും. സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണ്. അപ്പം നമ്മളതിനെ അതായത് പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടുകൂടെ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. അതെ, അങ്ങനെയൊന്നുമില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ടേസ്റ്റാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ കാന്താര 2 കാര്യം പറഞ്ഞാൽ ഞാൻ 1-2 പേരുടെ ഇതിൽ എനിക്ക് പേഴ്സണലി ആക്ച്വലി ഒരു പയ്യൻ മെസ്സേജ് അയച്ചിരുന്നു. അവനൊരു സൂര്യ ഫാനാണ്. ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടു, എനിക്ക് പടം വർക്കായില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടു. അത് കുറച്ച് ഹാർഷ് വേയിലാണ് ഞാൻ ഇട്ടിരുന്നത്. കാര്യം പടം ഫസ്റ്റ് ഡേ, അതായത് 15-ാം തീയതി കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും എല്ലാം വന്നിട്ടേ ഞാൻ കുറച്ച് ദേഷ്യത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇട്ട പോസ്റ്റ് കുറച്ച് ഹാർഷായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇങ്ങനെയാണോ, ഈ സെല്ലൊക്കെ ഇതൊക്കെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത്, എടാ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടു, നീ ഹാപ്പിയായി, ഓക്കെ, ഒരു കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് സങ്കടം വന്നു, അപ്പോൾ നീ അത് റെസ്പെക്റ്റ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നീ എന്നോട് ഇത് പോയി കാണൂ, ഇത് ഇഷ്ടപ്പെടണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ അവനോട് ചോദിച്ചാൽ നിങ്ങളുടെ കാന്താര 2-ന്റെ റിവ്യൂവിൽ നിങ്ങൾ ഭയങ്കര ആബ്സല്യൂട്ട് പടമാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അത് അപ്പോൾ കാന്താര 2 എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അതിന് നല്ലത് പറഞ്ഞു.
അവൻ ആ പടം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചോദിച്ചു നിനക്ക് കാന്താര ഇഷ്ടപ്പെട്ടോ? അവൻ പറഞ്ഞില്ല. അത്രേ ഉള്ളൂ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ. അപ്പം ഞാൻ നിന്നോട് വന്ന് ചോദിച്ചോ നിനക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത? അത് ഇത്രയും നല്ല കിടിലും ഡയറക്ഷനും റൈറ്റിംഗും ഉള്ള പടമാണ്, നീ എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല? നീ എന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ? നിനക്ക് സിനിമയെ പറ്റി എന്തറിയാം? അങ്ങനത്തെ ഒരു ചോദ്യമൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, അത്രേ ഉള്ളൂ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, നല്ലത്, ഇഷ്ടപ്പെടും, അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഇപ്പം നിനക്കിത് ഇഷ്ടപ്പെടണം ഇല്ല നിനക്കിത് ഇഷ്ടപ്പെട്ടുകൂടാ അങ്ങനത്തെ ലൈൻ പരിപാടികളൊന്നും ഇല്ല. അങ്ങനെ പറയാതിരിക്കാന്നേ ഉള്ളൂ നമുക്ക് പറയാം. അതായത് ആ ഒരു സ്പേസിലേക്ക് നമ്മളൊക്കെ വന്നാൽ അതെ കുറച്ചുകൂടെ ഒരു അതായത് ശരിക്കും ഇത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനവും ഇല്ല, എല്ലാവരും ഒരേപോലെ വെറുക്കുന്ന ഒരു സാധനവും ഉണ്ടാവില്ല. നമ്മൾ ഈ ലോകത്ത് എല്ലാവരും ഒരേപോലെ വെറുക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലെ അത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാവും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാമെന്നായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ പടത്തിൻ്റെ ഡിസ്കഷനിടയ്ക്ക് അത് പാതി മുറിഞ്ഞ ഒരു ഇതുപോലെ ഇപ്പോൾ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ മ്യൂസിക്കാണ്. കുറച്ച് ഓവർ യൂസ്ഡ് ആണെങ്കിലും എല്ലാവരും ആര് വന്ന് ചുമ്മാ മറ്റേ ആ കോർട്ടിലെ നമ്മുടെ ജഡ്ജി വരുമ്പോൾ പോലും പുള്ളിക്ക് ഒരു സ്ലോ മോഷൻ മ്യൂസിക്കും, ബാലാജി എപ്പോഴൊക്കെ കാറ് തുറന്നിറങ്ങിയാലും സ്ലോ മോഷൻ മ്യൂസിക്കും, സൂര്യ വരുമ്പോഴൊക്കെ സ്ലോ മോഷൻ മ്യൂസിക്കും. നമ്മളിപ്പോൾ ഇത് നായകന് ഇത് എക്സ്പെക്ട് ചെയ്യുന്നു, നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ട്. ബട്ട് ആര് വന്നാലും സ്ലോ മോഷനും മ്യൂസിക്കും എന്നുള്ള ലൈൻ ഓഫ് അതൊക്കെ കുറച്ച് ഓവർ. പക്ഷെ ഇടുന്ന മ്യൂസിക് ഭയങ്കര. അതെ, കാരണം ഞാൻ ഈ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് ഇതിൽ ഇറങ്ങിയ പാട്ടുകളെല്ലാം ലൂപ്പിലിട്ട് കേട്ടോണ്ടിരിക്കുക. എനിക്ക് മറ്റേ ഈ പറഞ്ഞ ഗോഡ് മോഡും അതിനുശേഷം വന്ന എല്ലാ പാട്ടും ഈ പാട്ടെല്ലാം ഈ സ്പോട്ടിഫൈയിൽ സേവ് വെച്ചില്ല. അത് ആക്ച്വലി ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലിംസ് പോലെ പോയതേ. അത് ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി പ്രൊമോ സോങ് പോലെ ഒരു ആദ്യം ഇറക്കിയാണ്. അത് ഗോഡ് മോഡ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഇറക്കിയ പാടാൻ തോന്നുന്നു. മറ്റേ ആ വെരപ്പ എന്നുള്ള പാട്ട് അതെല്ലാം എനിക്ക് ഭയങ്കര, ഞാനിതെല്ലാം ഇങ്ങനെ ലൂപ്പിൽ കേട്ടോണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മറ്റേ ഈ പാട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ ഈ പടം കാണാൻ പറ്റാത്ത വിഷമത്തിൽ 14-ാം തീയതി വീണ്ടും ഈ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. കാര്യം നമുക്കിത് ഒരു ദിവസം നമ്മളെ സിനിമ കാണാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴേ അന്ന് ആ പടം റിലീസായില്ല, ഇത് കാണാനുള്ള ആ മാർഗ്ഗമില്ല എന്നറിയുമ്പോൾ നമ്മൾ മാനസികമായി പ്രിപ്പയർ ആയിട്ടിരിക്കുക. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം എനിക്ക് വേറെ ഒന്നും അങ്ങോട്ട് വർക്കാവത്തില്ല, വേറെ ഒന്നും ചെയ്യാനില്ല, എനിക്കത് കണ്ടാൽ മതി. കണ്ടതിന് ശേഷം വർക്കാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടതിന് ശേഷം പറയാൻ പറ്റത്തുള്ളൂ, ഇത് കാണുന്നതിന് മുമ്പ് അറിയില്ലല്ലോ. പക്ഷേ ആ കാണാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ശരിക്കും എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുറച്ചധികം ഇങ്ങനെ എന്ത് ചെയ്യാൻ അന്നത്തെ ദിവസം വേറൊരു പടം കാണാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം ഇത് കാണാൻ മൈൻഡ് സെറ്റായിപ്പോയി, പക്ഷേ എനിക്കത് കാണാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ 15-ാം തീയതി ഞാൻ ആദ്യമേ പോയി കാണാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ എൻ്റെ ശ്രമങ്ങൾ വിഫലം ആയിപ്പോയി എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര വിഷ്വൽസ്. അതിപ്പോ ഒരു പോയിന്റിൽ നമ്മൾ ബാക്കിൽ ഇട്ടേക്കുന്ന പോലെ ഒരു റെഡ് തീമില് ഇതിപ്പോ കറുപ്പയ സ്വാമിയുടെ സോണിലേക്ക് പുള്ളി എല്ലാരെയും കൊണ്ടുവരുന്ന പോയിന്റിൽ ഇങ്ങനെ റെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ സിനിമാറ്റോഗ്രഫി വൈസും അത് ഭയങ്കര പുതുമയാണ് കാണാൻ. ഫുള്ള് റെഡ് നമ്മൾ സാറിന് ലൈറ്റ് ആയിട്ടല്ല, ഇത് കട്ട റെഡ്. അതെ, അപ്പൊ ആ ഒരു ഭയങ്കര സ്ട്രോങ് വിഷ്വൽസ് ആണ് ആ പോയിന്റിൽ. അത് ത്രൂ ഔട്ട് പടത്തിൽ, അതായത് എല്ലാ ഷോട്ടും നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് GK വിഷ്ണു എന്ന് പറഞ്ഞ സിനിമോട്ടോഗ്രാഫർ, പുള്ളി നമ്മുടെ ജവാനും ഇത് മെർസലൊക്കെ എടുത്ത ആളാണ്. എനിക്കൊരു പോയിന്റ് വരെ എനിക്ക് തോന്നുന്നു പുള്ളി നമ്മുടെ അറ്റ്ലിയുടെ കൂടെയാണ് പുള്ളിയുടെ ബെസ്റ്റ്. കാരണം അറ്റ്ലിക്ക് കുറച്ചുകൂടെ വിഷ്വൽ സെൻസ് ഉള്ള ആളാണ്. പുള്ളിയും അറ്റ്ലിയും കൂടെ ചേരുമ്പോൾ വിഷ്വലി ഗംഭീര പടമായിരിക്കും. RJ ബാലാജിയുടെ കൂടെ കൂടുമ്പോഴത്തേക്കും അതായത് ആ വിഷ്വലിന്റെ കാര്യത്തിൽ ഇത് ഇയാളുടെ ഡിസിഷൻ ആയിരിക്കും. ഏതാ GK വിഷ്ണുവിന്റെ വലിയ അതായത് കൈ ഉണ്ടാവും നല്ല പോലെ. ഇനിഷ്യൽ പോലീസ് സ്റ്റേഷൻ സീനിലെ ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ പിന്നെ പുള്ളി ഒരുപാട്, അതായത് ഇപ്പോൾ സിമ്പിൾ ഇപ്പം പുള്ളിയെ നമ്മൾ കോൺടാക്ട് ചെയ്യണം, ഒരു പടത്തിന് വേണ്ടി വിളിക്കണം. അപ്പോൾ എൻ്റെ ആവശ്യം ഇതൊരു വൈഡ് ഷോട്ട്, ഈ ഒരു പാട്ട് സീനാണ്, ഇത്രയും ഡാൻസസ് ഉണ്ടാവും സീനിൽ. സോ എനിക്ക് ഈ സീനിൻ്റെ ഫ്രെയിം ഇപ്പോൾ ഒരു വൈഡ് ഷോട്ടിൽ എനിക്ക് ഇത്രയും സാധനം കവർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ഫ്രെയിമിൽ എത്ര എന്തൊക്കെ എലമെൻറ്റുകൾ പ്ലേസ് ചെയ്യാം, ഈ ലെയറിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ഫ്രെയിമിൽ ഈ ഫ്രണ്ട് ടു ഏറ്റവും ലാസ്റ്റ് വരെ എന്തൊക്കെ സാധനം കൊണ്ട് ലെയർ ചെയ്യുമോ, ഇത് ഈ ഡിസിഷൻ ഉണ്ടല്ലോ, അത് സിനിമോട്ടോഗ്രാഫറുടെ ഒരു വിഷൻ കൂടെ വിഷനുണ്ട് അതിനകത്ത്. കൊറിയോഗ്രാഫർ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം അതിനകത്ത് ഇൻവോൾവ് ആവും. ബട്ട് സ്റ്റിൽ ആ വിഷ്വലിൽ ഈ പറഞ്ഞ പോലെ കളേഴ്സ്, എന്ത് കളേഴ്സ് യൂസ് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ലൈറ്റിങ് എങ്ങനെ വേണം, ഈ ഡിസിഷനിലൊക്കെ കംപ്ലീറ്റ്ലി ഈ ക്യാമറാമാൻ്റെ കയ്യിലുള്ള സാധനമാണ്. സോ അതെനിക്ക് എസ്പെഷ്യലി ഗോഡ് മോഡ് പാട്ടിൻ്റെ വിഷ്വൽ കാണാൻ ഞാൻ പടം അറ്റ്ലി പാട്ട് വന്ന പോലെ, പക്ഷെ അത് എനിക്കിഷ്ടപ്പെട്ടു. അത് എനിക്ക് ഗോഡ് മോഡിലാണ് നല്ല അതിനകത്ത് അതല്ല സൂര്യ ലിപ്സിംഗ് ചെയ്ത് പാടുന്നു. അതെ, ലിപ്സിംഗ്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ടും സൂര്യയുടെ ലിപ്സിംഗ് ആയിട്ട് അത്ര സൂര്യ ലിപ്സിംഗ് ചെയ്യാൻ
എന്തോ ഒരു ഡിസ്കണക്ട് തോന്നിയായിരുന്നു. സൂര്യ പാടുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പല പാട്ടുകളും സൂര്യ പാടുന്ന പോലെ ലിപ്സിംഗ് പാട്ടുകൾ ഇപ്പൊ കുറവാണ് ഭയങ്കരമായിട്ട്. കാരണം ഈ പടം ത്രൂ ഔട്ട് സൂര്യയെ സംബന്ധിച്ച് ഈ പടം ത്രൂ ഔട്ട് ഇച്ചിരി ബേസി ആയിട്ട് സംസാരിക്കുന്നത് ദൈവം ലൈനിൽ. പക്ഷെ ആ പാട്ടിനകത്ത് ഭയങ്കര ലൈറ്റർ വോയിസ് ആണ്. ആരുടെ വോയിസ്? ആളുടെ വോയിസ്, നമ്മുടെ പയ്യൻ. അതുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ള സീനുകളിലൊക്കെ സൂര്യ ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ പാട്ട് വിഷ്വൽ നമ്മൾ പറഞ്ഞ വിഷ്വലി ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അത് കാണാൻ. പിന്നെ അതുപോലെ എനിക്ക് വിഷ്വലി ഭയങ്കര രസകരമായിട്ട് തോന്നിയത് ഈ ഇന്റർവൽ ഫൈറ്റ് സീനിൽ ഈ മുളക് ആ സാധനങ്ങൾ അതുകൊണ്ട് ഈ മുളക് ചുമല, അതെ, അതിന്റെ ലൈറ്റിങ് പരിപാടി എല്ലാം കൂടെ ഒരു രസമാണ്. പിന്നെ ഇടിമിന്നൽ യൂസേജ് കാണുമ്പോൾ എനിക്ക് ജവാന്റെ മറ്റേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സീൻ ഓർമ്മ വരും. അല്ല സൂര്യ എന്തോ കൈ എന്തോ മറ്റേ പുള്ളിക്കാരത്തി വേറെ മലയാളി ഉണ്ടല്ലോ ലാസ്റ്റ് കേസ്, നമ്മുടെ ശിവതയുടെ കേസ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ മിന്നലടിക്കുന്ന ഷോട്ടൊക്കെ. അപ്പോൾ എനിക്കത് കണ്ടുകൊണ്ടിരുന്നപ്പം അതുപോലെ ഗ്രേഡിങ്ങിലൊക്കെ ഈ ജവാന്റെ മറ്റേ സ്റ്റാർട്ടിങ് സീക്വൻസിൽ ഈ ബ്ലൂ റെഡ് വെച്ചിട്ടൊരു പ്ലേ ഉണ്ട്. അതേ പരിപാടി ഇവിടെ ഉണ്ട്. അതായത് ബ്ലൂ ലൈറ്റും ഈ റെഡ് പുള്ളിയുടെ ഫേസിൽ മറ്റേ മുളക് വീഴുന്നതും പിന്നെ ഈ റെഡ് ലൈറ്റും പരിപാടിയൊക്കെ വെച്ചിട്ട് ഒരു ആ സീക്വൻസ് കാണാം. അതായത് വിഷ്വലി നല്ല രസകരമായിട്ട് ചെയ്തൊരു സീക്വൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അത്. മറ്റേ അല്ലാതെ സിനിമാറ്റോഗ്രാഫിയുടെ വേറൊരു ആസ്പെക്ട് ആണല്ലോ നമ്മുടെ ഈ സ്റ്റേജിങ് എന്നൊക്കെ പറയുന്ന സ്റ്റേജിങ്ങിൽ എവിടെ ക്യാമറ വേണം. അത് മാത്രം എനിക്ക് കുറച്ച് സ്ഥലത്ത് മറ്റേ ഈ ഇന്ദ്രൻസ് ലാസ്റ്റ് ഈ മകള് മരിച്ചത് അറിഞ്ഞിട്ട് സൂര്യ വന്ന് കണ്ടിട്ട് സൂര്യയുടെ ഇത് നീ വെച്ചോന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ തിരിഞ്ഞു നിൽക്കും. അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കുഞ്ഞി അപ്പം അത് ഫ്രെയിം ചെയ്തേക്കുന്നൊക്കെ എനിക്ക് തോന്നി ഇത് എന്തോ ഒരു ആ സീനിനും ആ ഇതിനും ചേരാത്തൊരു പൊസിഷനിങ്ങിലാണത്. അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ കണ്ടപ്പോഴും സൈഡാണ് അത് ഞാൻ കണ്ടപ്പോഴും ഞാൻ ചിന്തിച്ചു അത് നമുക്ക് ഒരു മിസ്ജഡ്ജ് ചെയ്യുന്ന പോലത്തെ ആ ഷോട്ടിനൊരു പ്രത്യേകത പോലെ ഉണ്ട്. അവിടെ മാത്രമല്ല ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഓർമ്മ വന്ന അതാണ്. അപ്പം കുറച്ചധികം ഏരിയാസില് ഇതെന്താ ഇവിടെ നമ്മൾ നിന്ന് ഇത് കാണുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യമൊന്നും ചിലപ്പോൾ നിങ്ങൾക്കൊരു വലിയ സംഭവമല്ല. ഞാൻ നമ്മളിത് പറയുന്നത് നമ്മള് കാരണം പടം ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, അല്ലല്ല, നമ്മൾ ഈ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, പിൻ പോയിന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ തൃഷ സൂര്യയെ ഒരു പെയർ ആയിട്ട് കാണിക്കാതെ ഒരു റൊമാൻറ്റിക് ആംഗിൾ ഇല്ല, അങ്ങനത്തെ ആംഗിളിൽ പോവാത്തത് എനിക്ക് വളരെ നന്നായിരുന്നു. കാരണം ഞാൻ ട്രെയിലർ കണ്ടപ്പം ഞാനൊന്ന് പേടിച്ചു. ആ ട്രെയിലറിൽ തൃഷ ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന കുറെ കട്ട്സ് വെച്ചപ്പോഴേ അയ്യോ അത് കുറച്ച് ബോറായിരിക്കും. അതെ. പക്ഷെ അത് ഈ സിനിമയിൽ അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരിക്ക് എനിക്കൊന്ന് ആർ ജെ ബാലാജിയെ പോലെ തന്നെ മിക്ക സീനുകളിലും പുള്ളിക്കാരി ഉണ്ട്. ആർ ജെ ബാലാജിയുടെ കൂടെ പല സമയത്തും കോർട്ടിലെ സീനിലൊക്കെ പുള്ളിക്കാരി ഓപ്പോസിറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്യാരക്ടറും, പക്ഷെ ആ ക്യാരക്ടർ നല്ല വെൽ റിട്ടൺ ക്യാരക്ടറൊന്നും അല്ല. പക്ഷെ ആ ക്യാരക്ടറിന് ഈ യൂഷ്വൽ സ്ഥിരം പടത്തിൽ കാണുന്ന പോലെ നായകൻ ഹീറോയിൻ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ടുണ്ട്. അത് നമ്മൾ ഒട്ട് എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അയ്യോ അത് കുറച്ച് അലമ്പാവോ, ദൈവത്തെ പ്രേമിക്കുന്ന എലമെൻ്റൊക്കെ വന്നാൽ അത് കുറച്ച് ചവറാവുമല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടെന്ന്. പക്ഷേ ആ ലൈനിലേക്ക് അവർ പോവാത്തത് വളരെ നന്നായി എന്ന് തോന്നി. പിന്നെ വലിയൊരു പോസിറ്റീവാണ് സൂര്യ എന്ന എലമെന്റ് വർക്കാവുന്നത് കൊണ്ട് ഇതിപ്പോ സൂര്യ അല്ലാതെ ഇപ്പൊ ആർ ജെ ബാലാജിയെ പോലെ ചെറിയൊരു ഇപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഈ പടം വല്ലാണ്ടങ്ങ് ഈ പടം നമ്മുടെ അടുത്തേക്ക് അത് എത്തത്തില്ല. ഫോർഗറ്റബിൾ. അതെ. കാരണം ഈ സിനിമ സൂര്യ അല്ല അവിടെ ആ റോൾ ചെയ്യുന്നെങ്കിൽ ഇതൊരു കൊച്ചു സിനിമയായിരിക്കും. നല്ല ആശയം ഉണ്ടായിരുന്ന ഒരു കൊച്ചു സിനിമയായിരിക്കും. പക്ഷേ ഇത്രയും ഫാൻ സർവീസ് സീക്വൻസും ആ പടത്തിൽ കാണത്തില്ല. ഉറപ്പായിട്ടും കാണത്തില്ല. കറുപ്പ് സീക്വൻസിന് ഇത്രയും പവറും കാണത്തില്ല. അതെ. ആ പവർ കൊണ്ടുവരണമെങ്കിൽ അതുപോലെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, കാരണം ഇത് കുറച്ച് ലൗഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അതൊക്കെ. അപ്പോൾ അത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അയ്യേ എന്ന് തോന്നാതിരിക്കണമെങ്കിൽ അതേപോലൊരു കേപ്പബിലിറ്റി ഒരു ആക്ടർ ഒരു സ്ക്രീൻ പ്രസൻസും വേണം. അത് സൂര്യക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പക്ഷേ സൂര്യക്ക് ഓപ്പോസിറ്റ് ഒന്നുമില്ല. നമ്മൾ കറുപ്പയ്യ വന്നിട്ട് ആരെയാണ് നേരിടേണ്ടതെന്നുള്ളൊരു, അതായത് നിങ്ങൾ എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ സെക്കൻഡ് ഹാഫ് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒറ്റ സീനിൽ ഈ പടം തീരും. അതായത് ആർ ജെ ബാലയുടെ മുമ്പിൽ നിന്ന് ആർ ജെ ബാലാജി എന്തായാലും തട്ടുകയാണ്. ഇത് കുറച്ച് മുമ്പ് ചെയ്യാം, ബട്ട് ഈ ഇവരുടെ ഇടയിൽ പ്ലേ ചെയ്യാൻ ഒന്നുമില്ല. ബട്ട് സെക്കൻഡ് ഹാഫിൽ ഫുൾ ഓഫ് ഈ ക്യാരക്ടറിൻ്റെ പവർ ഡിസ്പ്ലേ ഗോഡിന് എത്രത്തോളം പവറുണ്ട്, ഗോഡിൻ്റെ റേഞ്ച് ഇത്രയാണ്, ആ റേഞ്ചിന് പുറത്തുപോയ പവറില്ല, അകത്തുപോയ പവറുണ്ട്. ഇത് തന്നെ ആ ഒരു ഐഡിയ തന്നെ ഇവർ മൾട്ടിപ്പിൾ ടൈം നമ്മുടെ മുമ്പിൽ സൂര്യ വളരെ കാഷ്വലായിട്ട് ഒരിടത്ത് ഇരിക്കുന്നു, മറ്റേ ആ ഗോഡായിട്ട് മാറുന്നു. ഈ സീക്വൻസ് ഒരു 4 എണ്ണമെങ്കിലും ഉണ്ട്. അതല്ലാതൊന്നും പേപ്പറില്ല. അതെ.
അതായത് വേറൊന്നും എഴുതിയിട്ടില്ല. ഇവിടെ ഇവിടെയും സൂര്യ ദൈവമാവട്ടെ, ഇവിടെ സൂര്യയുടെ സീനിൽ ദൈവമാവുന്നു, അങ്ങനെ 4 തവണ എഴുതി വെച്ചത്. അതായത് ദൈവമാവുന്ന ഉദ്ദേശിച്ചത് പുള്ളിയുടെ പവർ യൂസ് ചെയ്യുന്നു. നമ്മൾ പവർ ഡിസ്പ്ലേ ആണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് അതിനും പ്രത്യേകിച്ചൊരു നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഗംഭീര പരിപാടി ഒന്നും തോന്നുന്നില്ല. ആ ഓരോ അതായത് ഈ പവർ ഡിസ്പ്ലേ സീക്വൻസും വൺ സീൻ ആഫ്റ്റർ അനദർ എന്നുള്ള ലൈനിൽ വന്നുകൊണ്ടിരിക്കുക. കഥയ്ക്ക് മൂവ്മെൻ്റ് ഒന്നുമില്ല. കഥ കഴിഞ്ഞു, കഥയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതായത് ഫസ്റ്റ് ഹാഫിൽ ഇന്ദ്രൻസിൻ്റെ പരിപാടി കഴിഞ്ഞതോടെ പിന്നീട് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ കോർട്ട് വെച്ചുകൊണ്ട് ഇവരിങ്ങനെ അതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്ലേ മാത്രമല്ല, പക്ഷെ അതൊരു പ്ലേ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ല, ഒരു പോയിന്റ് വരെ എനിക്കൊന്ന് ആളുകളെ ഫ്രസ്ട്രേറ്റ് ചെയ്യും. കാരണം RJ ബാലാജിയെ കൊല്ലാനാണ് ഈ 2.5 മണിക്കൂറോ എടുക്കുന്നത്. കാരണം ആ ഒരു പ്ലാൻ നടക്കുന്നില്ല. അതായത് ഇപ്പൊ RJ ബാലാജിക്ക് ഒരു ആർമർ ഇല്ല. എന്താ ഇനി പറയുന്നത്? അതായത് എന്നെ നിങ്ങൾ കൊല്ലാതിരിക്കാൻ എൻ്റെ കയ്യിലൊരു ഒരു റീസൺ, അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ നമ്മൾ സിനിമയിൽ സെറ്റ് ചെയ്യും. ഒരു ചരട് എത്തി കൊടുക്കും. എന്തിനാണ്? അതായത് വേലായുധൻ ആരെ തിരിച്ച് തല്ലരുത്. അപ്പൊ നമ്മൾ ആ ചരട് പൊട്ടിക്കുന്ന പോയിന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. എന്തിനാ? അത് പൊട്ടിച്ചാലേ പൊട്ടിച്ച് അടി തുടങ്ങുന്നു. അതേപോലെ ഇപ്പൊ ഇവിടെ തിരിച്ച് അത് തന്നെ ഇപ്പൊ ചില പടത്തിൽ കണ്ടുണ്ടോ? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, വളരെ വേഴ്സ്റ്റ് എക്സാമ്പിൾ ആണ് കൂലി സിനിമ. ഒരു എക്സാമ്പിൾ എടുക്കുക ഞാൻ. ആ സിനിമയിൽ അത് വേണം, അതായത് ആ സിനിമയിൽ ശ്രുതി ഹാസനെ നമ്മുടെ വില്ലൻ പിടിച്ചോണ്ട് പോവാം. അപ്പോൾ വില്ലനെ നമുക്ക് ഒരു വെടിവെച്ച് കൊല്ലാം, ആർക്ക് ഇല്ലേ, രജനികാന്തിനെ കൊല്ലാം. പക്ഷേ പുള്ളിനെ കൊല്ലാതിരിക്കാനുള്ള റീസണായിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന വളരെ മോശം ഒരു ഉപമയാണത്, ഒരു എക്സാമ്പിളാണ്. അതായത് ആ പെൺകുട്ടിയെ ഇയാളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് മാത്രം നീ പറയുന്നത് ഞാൻ അനുസരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇതേപോലെ ഈ കറുപ്പ് സ്വാമിക്കെതിരെ നിൽക്കുന്നത് ഒരു മനുഷ്യനാണ്. അവനെ മറ്റേ എല്ലാവരും വഴിയെ പോകുന്ന എല്ലാവരും ഊക്കുന്ന ലൈൻ ഓഫ് ഒരു ക്യാരക്ടറാണ്. അത്രയും പവറേ ഉള്ളു പുള്ളി. ആ ക്യാരക്ടർ കറുപ്പ് സ്വാമി ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ എന്നെ ഒരു ദൈവം കൊല്ലാതിരിക്കാൻ എൻ്റെ കയ്യിൽ ഒരു ആർമർ അല്ലെങ്കിൽ ഒരു വജ്രായുധം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പ്രോമിസ് മാത്രമേ ഉള്ളൂ. പ്രോമിസ് മാത്രമല്ല, അതും കഴിഞ്ഞു. അതും ഇങ്ങനെ അവൻ ആ സീനിന്റെ കൺസ്ട്രക്ഷൻ മൊത്തം അത് ഉദ്ദേശിച്ചത് കാര്യം മനസ്സിലായി കാണും. അതായത് വർക്കല്ല, അങ്ങനല്ല. അത് അങ്ങനല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്കിൽ നിനക്കറിയാമെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനല്ല, നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു അതെ. അതായത് നമുക്ക് ആ ഐഡിയയിൽ ഇത് കിടിലൻ ഐഡിയ ആണല്ലോ, ദൈവത്തിനെ ചെയ്യും ഇങ്ങനെന്താ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കാൻ തോന്നുന്നു. അതാ പറഞ്ഞേ, ഭയങ്കര ഗ്രേറ്റ് ഐഡിയാസ് അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്. ഈ ഫാൻ സർവീസിൻ്റെ ഇടയിൽ ഈ ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് മുങ്ങിപ്പോയി. അതായത് സത്യം പറഞ്ഞാൽ ഒരു മാഷപ്പ് വീഡിയോ കാണുന്ന ഒരു ഫീലാണ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ കുറേ മറ്റേ കോർട്ട് റൂം പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ലൈനിൽ പോകുന്നതുകൊണ്ടും സെക്കൻഡ് ഹാഫിലാണ് ഒരു കംപ്ലീറ്റ് മാഷപ്പാണ്. അതായത് സൂര്യ വരുന്നു, നടക്കുന്നു, ഇടിക്കുന്നു, പാട്ട്, ഡാൻസ്, അങ്ങനെ പോവുകയാണ്. അത് ഫാൻ സർവീസ്. അപ്പോൾ ഈ പോസിറ്റീവ്സ് പറഞ്ഞു വന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നിയ ഈ പടത്തിന് ഒരുപാട് സബ്പ്ലോട്ട്സ് ഉണ്ട്. ഒന്ന് ഈ ഇടിഞ്ഞു വീഴുന്ന കോർട്ട്, പിന്നെ അതുപോലെ ആ ഇന്ദ്രൻസിൻ്റെ മകളുടെ ഹെൽത്ത്, ഇതൊക്കെ എങ്ങോട്ട് പോകും എന്നുള്ള ഇതുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് നമ്മൾ ലാർജർ ലൈഫിലേക്ക് പോകും. ഈ പെയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ കംപ്ലീറ്റ് സ്റ്റോറി ആർക്കുണ്ട്. അപ്പോൾ എനിക്ക് വസൂൽ രാജ MBBS ഇതുപോലൊരു ക്യാരക്ടർ ഉണ്ട്. ഒരു എല്ലാവരും ഒന്ന് പഠിക്കുന്ന ഒരു കോമയിലിരിക്കുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിന് ഒരു ചേഞ്ച് വരുന്നത് ഈ പറയുന്ന പോലെ വസൂൽ രാജ വന്നിട്ട് ആ ഒരു ഫുൾ സ്റ്റോറി ലൈൻ ഉണ്ട്. പക്ഷെ ആ പടത്തിൽ അതിന്റെ ഇന്റഗ്രേഷനോ ഇമോഷണൽ കണക്റ്റോ ഒക്കെ ഭയങ്കര രസമാണ്. ഇതിനകത്തും അതുപോലൊരു ക്യാരക്ടറാണ് ഈ പെയ് എന്ന് പറയുന്നത്. അത് ഭയങ്കര എനിക്ക് ആ പടം കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ഈ പടത്തിൽ നിന്ന് എടുത്ത സാധനം അതാ. കാര്യം ഞാൻ ഈ ഐഡിയ കണ്ടു, പെയ് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗോസ്റ്റ് എന്ന് വിളിക്കുന്നത് വെച്ചാൽ ആ ക്യാരക്ടറിന് ഐഡന്റിറ്റി ഇല്ല. ആ പുള്ളി മരിച്ചു പോയെന്ന് വിധി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് രേഖ ഉണ്ടാക്കാൻ വേണ്ടി കോടതിയിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ആ 30 വർഷമായിട്ട് പുള്ളി ആ കോടതിയിൽ ഇറങ്ങിയിട്ട് പുള്ളിക്ക് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അവിടെ ഉള്ള അവിടുത്തെ വക്കീലന്മാരും അവിടുത്തെ ഉള്ള ആൾക്കാരെല്ലാവരും ഇയാളെ പെയ് എന്നാണ് വിളിക്കുന്നത്. ഇയാൾക്ക് പേരില്ല. അതായത് നമ്മൾ ഈ പടം കണ്ടിരിക്കുമ്പോൾ ഇത് കുറച്ച് മുറിച്ചിങ്ങനെ വിതറിയിട്ടേക്കും ഈ സ്റ്റോറി ലൈൻ. അത് ആരും വന്ന് ഈ സ്റ്റോറി ലൈനിനെ ഒരു ഇമോഷണൽ കണക്ട് ആക്കി മാറ്റുന്നില്ല. ഇങ്ങനെ പുള്ളി തന്നെ വന്ന് ഓഡിയൻസിനോട് പറയാം. പുള്ളി വന്ന് ഇന്ദ്രൻസിന്റെ ക്യാരക്ടറിനോട് പറഞ്ഞിട്ട് അതിന് ശേഷമാണ് കറുപ്പിന്റെ അടുത്തേക്ക് ഇന്ദ്രൻസ് വന്ന് ചെല്ലുന്ന ഒരു സംഭവം. ഇതിന്റെ പോസിറ്റീവ് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഈ പടത്തിനകത്ത് സപ്ലോട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തു. പക്ഷെ ഇതിന്റെ തന്നെ നെഗറ്റീവ് ഇതിനെ യൂസ് ചെയ്യുന്നില്ല. ഈ പറയുന്ന പോലെ ഞാനിവിടെ വന്നത് എൻ്റെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പെയ് എന്നാണ് എൻ്റെ പേരെന്ന് മാത്രം പറയുകയാണെങ്കിൽ ഒരു മലയാള സിനിമയിൽ അത്രേ കാണത്തുള്ളൂ. ഇതിന്റെ എക്സ്പോസിഷനോ എക്സ്പ്ലനേഷനോ ഒന്നും ആ ക്യാരക്ടർ തന്നെ ഇരുന്ന് പറയത്തില്ല. അത് ഒരു ബന്ധമില്ലാതെ ഇന്ദ്രൻസിനോട്. കാരണം ഇന്ദ്രൻസിന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ ആ കഥ പറയത്തക്ക ഒരു സംഭവമല്ല. അവിടെയാണ് ഈ റൈറ്റിങ്ങിന് കുറച്ചധികം എക്സ്പോസിഷൻ ഉണ്ട്. എനിക്ക് വേറൊരു
നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് തോന്നിയ സംഭവം ആദ്യം ഒരു 4 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, ഇങ്ങനെ WWE ഫാൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്തോ സ്റ്റീവ് ഓസ്റ്റിൻ മറ്റേ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ. ഇവരെ കാണിക്കുമ്പോൾ 4 പേര് ഒരുമിച്ച് നിന്നിട്ട് പേരെന്താന്ന് ചോദിക്കുമ്പോൾ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ. 4 പേരാണെന്ന് പറയും. അതൊരു രസമാണ്. തൊട്ടടുത്ത ഡയലോഗ്, കാരണം ഞങ്ങൾ WWF ഫാനാണ്. അപ്പൊ ആ ഒരു ഡയലോഗ് കൊണ്ട് അത് വേണ്ടത് നമുക്ക് ആ രസം. അതാണ് നമ്മൾ ഈ പറയുന്ന സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് കുറച്ചധികം ഉണ്ട്. നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾ തന്നെ നശിപ്പിക്കാം, നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 4 പേരെന്ന് പറഞ്ഞ പാട്ടിന്റെ ആ ഒരു സെറ്റപ്പിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് അതെ എല്ലാവർക്കും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ എനിക്കൊന്നും ഒരുപാട് റൈറ്റേഴ്സ് വരുന്നുണ്ട്, അത് പറയാതെ വിട്ടാൽ മനസ്സിലാവത്തില്ലോ, ഇതും കൂടെ വെച്ചേരെ. അതായത് എൻ്റെ ഒരു അസംഷൻ പറയാം. അതായത് ഇതിനകത്ത് പുള്ളിയുടെ റൈറ്റിംഗ് ടീമിൽ നല്ല റൈറ്റേഴ്സ് ഉണ്ടാവാം, നല്ല ഐഡിയാസ് ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടാവാം. ഇവരുടെ ഐഡിയാസ് ഈ പടത്തിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം ഒരു സ്റ്റാർ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഷിഫ്റ്റായി. നിങ്ങൾ ഈ സിനിമ കണ്ട, ഇപ്പം നമ്മൾ ഈ സിനിമ കണ്ടപ്പോഴും നമുക്ക് ഈ പടത്തിന് ഫസ്റ്റ് ഹാഫിലുള്ള ആ സെറ്റിങ്ങിൽ വെച്ചിട്ട് നല്ല ഒരു കിടിലം പടം പറയാനുള്ള സംഭവം ഉണ്ടായിട്ട് അതെല്ലാം വിട്ടേച്ച് ഈ റീല് പോലെ സ്റ്റാർ സെലിബ്രേഷൻ മാത്രമായി പോയി ഈ പടം എന്നുള്ളതിലാണ് നമുക്ക് ഭയങ്കര. അതായത് ഈ ഐഡിയാസ് ഇനിയിപ്പോൾ ഈ ഐഡിയാസ് വേറൊരാൾക്ക് പടം ചെയ്യാമെന്ന് വെച്ചോ, അപ്പോൾ പറയാം ഇത് മറ്റേ കറുപ്പിൽ കണ്ട സാധനമല്ലേ. ആ സംഭവം എന്ന് വെച്ചാൽ കറുപ്പിൽ ഈ സാധനം ഉപയോഗിച്ചില്ല, ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് അവരങ്ങ് അവരുടെ പാട്ടിന് പോയി. പക്ഷേ ഈ എലമെന്റ് എടുത്തുകൊണ്ട് നമ്മൾ പുതിയൊരു പടം ചെയ്താൽ അത് കറുപ്പിലുണ്ടായിരുന്നല്ലോ, കറുപ്പ് വർക്കാത്ത പടം. അതുകൊണ്ടാണ് ഈ പടത്തിനകത്ത് പറയുകയാണെങ്കിൽ ഇതാണെങ്കിൽ ഇതങ്ങ് പറഞ്ഞു നിർത്താൻ പോലെ ഇതുപോലെ കുറേ സപ്പോർട്ടൊക്കെ ഇട്ട് നല്ല എലമെൻറ്റുകളെ കൊണ്ട് ഇട്ടേച്ച് അത് ഉപയോഗിക്കാതെ ഇവർ വേറെ പരിപാടിക്ക് പോകുന്നു. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു നല്ല എലമെൻറ്റ് അതിനകത്ത് ഇടുന്നത്? ഏതായാലും ഈ സിനിമയുടെ ഇതാണ് ഈ സിനിമയുടെ ജോണർ, ഈ സ്റ്റൈലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ലൈനിൽ അങ്ങ് പോയാൽ പോലെ എന്തിനാണ്? കാര്യം ഇത്രയും ഐഡിയാസ് സ്പോയിൽ ചെയ്ത് അത് നമുക്ക് ഇനി അത് യൂസ് ചെയ്യും. നമ്മുടെ വിഷമമാണ്. നമ്മൾ കഥ പറയാനും പടം എടുക്കാനും ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും വലിയ സങ്കടം ഇതാണ്, നല്ലൊരു ഐഡിയ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പം നമുക്ക് റീയൂസ് ചെയ്യാൻ നമ്മൾ പറയാൻ പറ്റത്തില്ല. ഇത് നല്ല സാധനം പോയല്ലോ എന്നുള്ളൊരു ഫീൽ. അതെ, പക്ഷേ സ്പൂൺ ഫീഡിങ് ഇല്ലാതെ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ചെയ്ത ഒരു സംഭവം. അതായത് ഇനിഷ്യലി ഇന്ദ്രൻസിന്റെ കേസിൽ ഇന്ദ്രൻസ് മോളും വന്ന് കോർട്ടിലിരിക്കുന്ന സംഭവമുണ്ട്. അപ്പം ഇവരുടെ മെന്റാലിറ്റി മാറുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അമ്മൂമ്മ ഇങ്ങനെ ഓരോരുത്തർക്ക് ആദ്യം തൊട്ടേ ആ പെങ്കൊച്ച് ഓരോരുത്തർക്ക് സീറ്റ് കൊടുക്കാം, കുഴപ്പമില്ല, ഞങ്ങള് അത് വരുന്ന ഒരമ്മൂമ്മയാണ്, അവർക്ക് വേണ്ടി എല്ലാ വേറെ അമ്മയ്ക്കും സീറ്റ് കൊടുക്കുന്നുണ്ട്, വേറെ ആളും. അതായത് എഴുന്നേറ്റ് മാറും. വേറൊരു സ്ത്രീ വരുമ്പോൾ ആദ്യം എഴുന്നേറ്റും ഇങ്ങനെ നീങ്ങിയിരിക്കും, പിന്നെ ഒരു അമ്മച്ചി വരുമ്പോൾ എഴുന്നേറ്റ് പോയി മാറിപ്പോയി നിൽക്കും. അപ്പൊ ആ ഉമ്മ പിന്നെ വരുമ്പോഴും പുള്ളിക്കാരി മാറി കൊടുക്കും. അവസാനം ഇത്രയും 4 മാസത്തോളം കഴിയുമ്പോൾ ആര് വന്നാലും എനിക്ക് ഭയങ്കര ഇതായിട്ട് മാറും. ആ മെന്റാലിറ്റി മാറുന്നത് വിഷ്വൽസ് ആയിട്ട് മാത്രം കാണിച്ചു. അതിന് വരെ ആ ക്യാരക്ടർ ഒന്ന് ഇന്നലെ വരെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് സീറ്റ് കൊടുത്തതാണ്, പക്ഷെ ഇന്നലെ എനിക്ക് അത് കൊടുക്കാൻ തോന്നിയില്ല, കാരണം ഇതാണ് പറഞ്ഞിട്ടില്ല. പറയാതെ ഇത് വിഷ്വലി നമ്മളെ അവതരിപ്പിക്കുകയാണ്. അതാണ് ബേസിക്കലി നമ്മൾ ഈ പറയുന്ന സിനിമയുടെ മാജിക്കടാ എന്ന് മറ്റേ പടത്തിൽ പുള്ളി പറഞ്ഞാല് അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഈ സിനിമയിൽ നമ്മുടെ ഏറ്റവും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റുകൾ വരുന്ന അവിടെയാണ്. അല്ലാതെ അതെ, അതൊന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ സൂര്യ വരുന്നതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എവിടെയാണ് സൂര്യയുടെ ഇൻട്രോ, സൂര്യ എവിടെ അടിക്കുന്നു, എവിടെ ഡാൻസ് കളിക്കുന്നു, ഇത് കാണാനിരിക്കുകയാണ്. മെജോറിറ്റി ഓഫ് ആൾക്കാർ അത് കാണാനിരിക്കുകയാണ്. അവരത് കണ്ടു, ആസ്വദിച്ചു, സന്തോഷിച്ചു. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ വേറൊരു നല്ല സ്റ്റോറി എലമെന്റ് എന്ന് പറയുന്നില്ല, ഈ പടത്തിൽ വ്യത്യസ്തമായിട്ട് ചെയ്ത്. ഇപ്പം ശിവതയുടെ കേസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഹറാസ്മെന്റ് കേസാണ്, സെക്ഷൽ ഹറാസ്മെന്റ് കേസ്. അപ്പം ഞാൻ ഈ കേസ് ഇതാണ് ഒരു മന്ത്രി സെക്ഷലി ഹറാസ് ചെയ്തെന്ന് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് പൊതുവെ അങ്ങനൊരു കേസ്, അങ്ങനൊരു സാധനം വരുമ്പോൾ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് വരും. അത് വിഷ്വലി കാണിച്ച് അലമ്പാക്കും. കാരണം അത് അങ്ങനൊരു സംഭവം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്രോച്ച് കുറച്ച് നീറ്റ് അല്ലെങ്കിൽ നമുക്കത് ഒരുമാതിരി ഒരു വേറെ അയ്യോ ഇത്രയും ദുരിതം അവർ അനുഭവിച്ചല്ലോ എന്നുള്ള ഡിസ്കംഫർട്ട് അല്ല, ഇത് ഷൂട്ട് ചെയ്തതിന്റെ ഉദ്ദേശം വേറെ ആണല്ലോ എന്നുള്ളൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് അവരത് കുറച്ച് നീറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടും. പുള്ളിക്കാരത്തി വൃത്തിക്ക് അത് 5 മിനിറ്റ് വെച്ചാണ് പടങ്ങൾ ഇപ്പോൾ വരുന്നതെങ്കിലും 5 മിനിറ്റ് അല്ല 5 സെക്കൻഡ് അല്ലേ. കഴിഞ്ഞ കുറച്ച് പടങ്ങളിലായിട്ട് വളരെ ചെറിയ സ്ക്രീൻ സ്പേസ് ഉള്ള എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്നാലും ക്യാമിയോ. അപ്പം അത് കുറച്ച് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് എനിക്ക് കുറച്ച് ഓക്കെ. ഈ പടത്തിൽ അത് ഡയറക്ടർ അത് ഒരുപാട് അലമ്പാക്കിയില്ല എന്ന് തോന്നിയായിരുന്നു. അതിന് നേരത്തെ ഈ തൃശയുടെയും ഇവരുടെയും ലവ് സ്റ്റോറി ആക്കിയിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു പുതിയ ആംഗിൾ ഓഫ് തമിഴ് പടം ഇല്ല. പിന്നെ ഈ ക്ലൈമാക്സ് ഫൈറ്റിനെ കുറിച്ച് നമ്മൾ കുറച്ചധികം പറഞ്ഞെങ്കിലും
എനിക്കൊരു പോയിന്റിൽ ചിരി വന്നൊരു എലമെന്റ് ഉണ്ട്. അതായത് കറുപ്പയ്യ ഭയങ്കര മറ്റേ ഫൈനൽ ഡാൻസ് ഇല്ലേ, അതിനു മുമ്പ് ഒരു സൗണ്ടായിട്ട് മാത്രം വരും. സൗണ്ടായിട്ട് വരുമ്പോഴും നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ക്ലിഷ എലമെന്റ് ഉണ്ട്. എന്ത് വന്നാലും ഒരു കത്തിയുമായിട്ട് വില്ലന്മാർ ഓടിപ്പോകുന്നല്ലോ, എന്താണെന്ന് പോലും അറിയുന്നില്ല. ഒരു 3 പേര് കത്തിയുമായിട്ട് അങ്ങോട്ട് ഓടിപ്പോ. എന്തിന്? അതായത് ഈ ഇത്രയും സംഭവം കണ്ട് ഇത് എന്താ റിയാലിറ്റി അല്ല, ഇതെന്തോ ബിയോണ്ട് അവർ എന്താ ഇതാണെന്ന് പറഞ്ഞ ചിന്തിച്ച് എല്ലാവരും കണ്ടോണ്ടിരിക്കുക. അപ്പോഴും 3 പേര് കത്തിയും കൊണ്ട് അതെ അതെ ആ എലമെന്റ് ഞാനിങ്ങനെ കണ്ടത് എന്താ ഇത്, അതായത് അവരെ പൈസ കൊണ്ട് നിർത്തിയിരിക്കുന്നില്ല, എടാ ആര് വന്നാലും കത്തി എടുത്ത് ഓടിക്കോ എന്നുള്ള സംഭവമാണ്. പിന്നെ ഈ പറയുന്ന പോലെ പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നേരത്തെ പറഞ്ഞ RJ ബാലാജി. അതായത് പടത്തിലെ നായകനും വില്ലനും ഒരാള് RJ ബാലാജി. ഈ നായകനും വില്ലനും എന്ന് പറയാൻ, വില്ലനാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നായകനാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള ആള് RJ ബാലാജിയാണ്. അതായത് സൂര്യയ്ക്ക് എൻ്റയർ മൂവിയിൽ ഒരു 1 hour പോലും സ്ക്രീൻ സ്പേസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ലോ മോഷൻ ആയതുകൊണ്ട്. അതെ, സ്ലോ മോഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അറിയാം ഒരു 3/4 മണിക്കൂർ കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ. ഇപ്പോൾ പറയുമ്പോൾ മറ്റേ ലൂസിഫറിനകത്തിൽ 45 മിനിറ്റ്, അതങ്ങനെയല്ല. ഇവിടെ അത് കുറച്ചുകൂടെ സെക്കൻഡ് ഹാഫിൽ അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇവർ ഈ ഫാൻ സർവീസിൽ മാത്രം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാൻ വേറെ സ്പേസ് ഇല്ല ഇവർക്ക്. ഈ ക്യാരക്ടർ, അതായത് ഹീറോ ക്യാരക്ടറിനെ എവിടെയൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യണം, ഇത് എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്നുള്ളതിനൊരു ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞില്ലേ ഇവരുടെ റൈറ്റിംഗ് ടീമിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഐഡിയാസ് ഇങ്ങനെ ബൗൺസ് ചെയ്യില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരുപാട് ഐഡിയാസ് ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇതിങ്ങനെ അതേപോലെ കുഴഞ്ഞു പോയി കാണും. ഈ 32 മാസം എത്ര മാസം എടുത്ത് അത്രയാണ് 32 മാസം ഈ സമയത്ത് ഇപ്പം 1ാം മാസം എഴുതിയ ഫസ്റ്റ് ഡ്രാഫ്റ്റിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീൻ കാണും. ഇതേ സീൻ ഇവർ മാറ്റാതെ വെച്ചിട്ട് 32ാം മാസം തീർക്കുമ്പോഴും ഈ സീൻ അവിടെ കാണും. പക്ഷേ ഈ സീനും മറ്റു സീനുകളുടെ ചിലപ്പം ജെല്ലാവത്തില്ല. പക്ഷെ അന്ന് ഇഷ്ടപ്പെട്ട അത് പുള്ളി പറഞ്ഞത് ഇനിഷ്യലി ഇവർ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒരു നടന് വേണ്ടിയല്ല. പുള്ളിയുടെ ഈ ഐഡിയ വന്നു. അത് എനിക്ക് മനസ്സിലായി പുള്ളിയുടെ കിട്ടിയ ഐഡിയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരു കോർട്ടിൽ കൊണ്ടുവരുന്നു, ആ ദൈവത്തിനെ ചലഞ്ച് ചെയ്യുന്നു, ദൈവത്തിന്റെ പവർ ഉപയോഗിക്കാതെ ആ ഐഡിയയാണ് അവർക്ക് ഇനിഷ്യലി കിട്ടിയെന്ന് തോന്നുന്നു. അത് തന്നെ, അത് പുള്ളി പറയുന്നത് ഇതൊരു നടന് വേണ്ടി എഴുതുന്നത്, ഇത് സൂപ്പർ സ്റ്റാർ വരുമെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ ഞാനൊരു കുറച്ച് റൈറ്റേഴ്സിനെ കൊണ്ടുവന്ന് ഈ പടം എഴുതി. ഈ പടം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പലർക്കും പിച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നു, പലരും റിജക്റ്റ് ചെയ്യുന്നു. ഫൈനലി സൂര്യ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു. സൂര്യ ഇന്നായി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന വേർഷനിലേക്ക് ഇതിന്റെ സ്ക്രീനിൽ ഉണ്ടാവും. ഒരു ഇത് പറഞ്ഞില്ലേ വിജയ്ക്ക് പിച്ച് തന്നു, എനിക്കൊന്ന് വിജയ്ക്ക് അതെനിക്ക് അറിയില്ല, ഞാൻ കേട്ടതാണ് അങ്ങനെ ഒരു കിംവദന്തി ഉണ്ട്. കാരണം കുറച്ചധികം വിജയ് റെഫറൻസസ് ഉണ്ട്. ഒരു മേജർ നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളതൊന്നും ആ റെഫറൻസുകളെ പറ്റിയാണ്. മറ്റേ ഒന്ന് ഇന്ദ്രൻസ് പറയത്തില്ലേ ഇതെന്തോ പോക്കിരില്ല ആ സാധനം. ഞാൻ വിചാരിച്ചത് അത് ഒന്നീ കഴിഞ്ഞു, പിന്നെ ലിയോ റെഫറൻസ് വരും. അപ്പൊ ഇത് 5 വിജയ റെഫറൻസ് സൂര്യപ്പെടുത്തി വരുന്നത് എന്താന്ന് ഇങ്ങനെ തോന്നി. ഇല്ല, അത് എനിക്ക് തോന്നുന്നത് അത് അപ്പം ആ സമയത്ത് ചെയ്താണോ, ഇത് ഇപ്പോഴത്തെ ഒരു സിനാരി വെച്ചിട്ട് ചെയ്താണോ എനിക്ക് അതറിയില്ല. ഇങ്ങനെ ജെല്ലാവുന്നില്ല. അതായത് എനിക്ക് ആ ലിയോ സീക്വൻസ് അത് വളരെ, അതായത് ക്യൂരിയോസിറ്റി വന്നു. പക്ഷെ അത് എന്ത് ചെയ്തു എന്നുള്ളത് കുറച്ച് അല്ല, എനിക്ക് ആക്ച്വലി ഭയങ്കര ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ പടത്തിൻ്റെ ഇവർ കൊണ്ടുവന്ന ഇവർ സെറ്റ് ചെയ്ത വേൾഡിൽ നിന്നൊക്കെ അങ്ങ് പോയി പടം. ഇവർ സെറ്റ് ചെയ്യുന്നൊരു വേൾഡ് ഉണ്ടല്ലോ, ഇതാണ് വേൾഡ്, ഈ എല്ലയൊക്കെ താണ്ടി. അപ്പോൾ ഈ എല്ലയ്ക്കകത്താണ് ആരുടെ പാർത്ഥിവൻ്റെ കഫേ. പാർത്ഥിവൻ കാശ്മീരിലാണ് കഫേ നടത്തുന്നത്. ഇത് ബേസിക്കലി ലോജിക്കായിട്ടാണ്, അങ്ങനെയല്ല എടുക്കേണ്ടത്. ഇതിനെ നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ ലോജിക്ക്, നിങ്ങൾ കണ്ട ലിയോ എന്ന് പറഞ്ഞ സിനിമ അറിയാമല്ലോ, ആ സിനിമയിൽ ഇത് കാശ്മീരിൽ നടക്കുന്നൊരു കഥയാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനൊരു കഥ, അത് നമ്മൾ കാണുന്നത് അതിന്റെ ഒരു ഓൾട്ടർനേറ്റ് വേർഷൻ പോലെ അല്ല. ഓൾമോസ്റ്റ് എന്ത് വേർഷൻ മനസ്സിലായില്ല, ഇതിന്റെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ കണ്ടോണ്ട് ഇത് എങ്ങോട്ടാ, എന്താണ് ഈ സീൻ വെച്ച്, പക്ഷെ അത് അല്ല, എനിക്കത് എങ്ങോട്ട് പോയാലും എനിക്ക് ആ പ്ലേസ്മെന്റ് എനിക്ക് ഈ പടത്തിനകത്ത് ഒട്ടും ചേരാത്തൊരു പരിപാടിയാണ്. അതായത് ഭയങ്കര എന്താണ് ഇതിന്റെ പരിപാടി ഈ ആ സീൻ കണ്ട് കൈയടിച്ച് എല്ലാവരും ഒരു നിമിഷം ഒന്നിരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ആ തിയേറ്റർ കൈയടിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കൈയടി ഈ സിനിമയിൽ ഈ സീൻ വെച്ചുകൊണ്ടല്ല, ലിയോ റെഫറൻസിൻ്റെ പേരിലുള്ള കൈയടിയാണ്, അതുകൊണ്ടുള്ള കൈയടിയാണ് അതിന്. അതൊക്കെ റൈറ്റിംഗ് വൈസ് വളരെ മോശം പരിപാടി. അത് സ്കിറ്റ് ചെയ്യുമല്ലോ നമ്മൾ, സ്കിറ്റ് ലെവൽ സാധനം അതാണ്. അത് സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ കഥയെ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു സീൻ തമാശയാക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലത്തെ ഒരു പരിപാടിയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പറയുമ്പോൾ ഈ പടം കോമഡിയാണ്, ഈ പടം ഫണ്ണാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ സിനിമയിൽ അത് ആ ഫണ്ണ് എപ്പോഴാണ് വരുന്നതെന്നുള്ളത്.
ഇത് ആദ്യം പോലെ ഉണ്ടായിരുന്നത് ഓക്കെയാണ്. അല്ല, അത് ആ സീൻ വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഞാൻ അതിലേക്ക് വരും. ഇപ്പൊ RJ ബാലാജിയാണ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു. അത് ഒരു റീസൺ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ ആക്ടിങ് ആണ്. മറ്റൊരു റീസൺ പുള്ളിയുടെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷനാണ്. അത് ഏറ്റവും നന്നായിട്ട് കാണിച്ചു തരുന്ന സീനാണ്. ഇപ്പൊ ലിയോയെ ഒരുപാട് രീതിയിൽ നമ്മൾ കുറ്റപ്പെടുത്തുമെങ്കിലും അടുത്തിടെ കണ്ട തമിഴ് സിനിമയിൽ നിന്ന് വന്ന ഏറ്റവും മികച്ച ആക്ഷൻ സീക്വൻസിൽ ഒന്നാണ് കോഫി ഷോപ്പ്. അപ്പൊ അതിന്റെ ഒരു സ്പൂഫ് ചെയ്യുമ്പം ആ സ്പൂഫിനകത്ത് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് നമുക്ക് കിട്ടണം. ഇത് അത് ബേസിക്കലി ഗംഭീര സീനിന്റെ ഏറ്റവും മോശം എന്താണെന്നല്ല, സ്പൂഫോ അല്ലെങ്കിൽ ഒരു റീക്രിയേഷനോ ഒരു എന്താണേലും അതിന്റെ ഒരു ശതമാനം പോലും അതിന്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സീൻ. അല്ല, ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ഒരു സീൻ വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഇന്റൻഷൻ അവർക്ക് ഒറ്റ ഇന്റൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, അതായത് തിയേറ്റർ മൊമെന്റ്. ഇവർക്കറിയാം ഇത് തിയേറ്ററിൽ കാണുന്ന ഓഡിയൻസിന് ഈ ലിയോ റെഫറൻസ് വരുമ്പോൾ കൈ അടിക്കുമെന്നവർക്ക് 100% ഷുവറായിട്ട് അറിയാം. ആ കൈ അടിച്ചു ആൾക്കാർ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് ഇങ്ങനെ ഒരു പടത്തിനകത്ത് അത് എങ്ങനെ അത് ഫിറ്റ് ആവുന്നില്ല ഒട്ടും. കുറെ റൈറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് ആരെങ്കിലും നമ്മൾ തന്നെ ഒരു സംഭവം എഴുതുമ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അപ്പം നമ്മൾ രണ്ട് ടോണിലായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും ക്ലാഷ് ഉണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഇതൊന്ന് അയൺ ഔട്ട് ആവുന്നത്. ഇപ്പം നീ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അത് വരുന്ന ടോണല്ല നിന്റെ മനസ്സിൽ ഇനിഷ്യലി നീ പറയുമ്പോൾ ഉള്ള ടോൺ. അപ്പോൾ ഈ ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ ഇത് അയൺ ഔട്ട് ചെയ്തോളൂ. അത്രയും നേരം നമ്മൾ ഇവർക്ക് 32 മാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ സീൻ എഴുതിയ ആളുടെ ടോൺ അല്ലായിരിക്കും ബാക്കി. ആ സീന് പിന്നെ വേറൊരു സീനുണ്ട്, ഈ ലയറിന്റെ ആ സീക്വൻസ് ഒക്കെ വേറെ ഏതോ ടോണിൽ നിൽക്കും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഒരിക്കലും ചെയ്യരുതെന്നുള്ള സംഭവമല്ല. ഈ സീൻ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടമുണ്ട്. ആ പടം എടുത്ത ഈ കണ്ട അജിത്ത് അഭിനയിച്ച എല്ലാ പടത്തിൻ്റെ റെഫറൻസ് ഉള്ളൊരു പടമാണ്. റെഫറൻസ് കൊണ്ടാണ് ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ പടത്തിൻ്റെ ഡയറക്ടർ ആ സിനിമ ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് സീൻ മുതലേ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നൊരു വേൾഡ് ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങനെയാണ്, ഇതാണ് ഈ സിനിമയുടെ ലോജിക്ക് എന്ന് പറയുമ്പോൾ സിനിമയ്ക്കുള്ളിൽ ലോജിക്ക്. അതായത് ഈ വേൾഡിൽ ഈ വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയുടെ അതിർവരമ്പുകൾ. അതായത് ഈ പടത്തിൽ കറുപ്പിനൊരു എല്ലയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഈ സിനിമയുടെ ലോജിക്ക് എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കകത്ത് എന്തൊക്കെ നടക്കും എന്നുള്ളത് ഇങ്ങനെ ലോജിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബൗണ്ടറിയാണ്. ഇപ്പൊ ഈ സിനിമ പൊതു ലോജിക്കല്ല, നമ്മള് വേൾഡിലെ ലോജിക്കല്ല, സിനിമയ്ക്കകത്ത് കഥയ്ക്കകത്ത് ലോജിക്ക്. സൂപ്പർമാന് പറക്കാം, സൂപ്പർമാൻ ഒരാളെ ഇടിച്ചാൽ 50 മീറ്റർ അങ്ങോട്ട് പറക്കും എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സൂപ്പർമാൻ ഒരാളെ ഇടിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ചിന്തിക്കും ഇപ്പൊ സൂപ്പർമാൻ വന്നാൽ ഇത് ആ സാധനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ബൗണ്ടറി സൃഷ്ടിക്കുന്നത്. ഈ പടത്തില് കറുപ്പിന് മാത്രമേ ബൗണ്ടറി ഉള്ളൂ. ഇവരുടെ ലോജിക്കിന് അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ല. അതുകൊണ്ട് തന്നെ ലോജിക്ക് തന്നെ ഇവർ ഈ ഉണ്ടാക്കിയ സിനിമയിൽ ഇവരുണ്ടാക്കിയ ലോജിക്ക് തന്നെ അവർ തന്നെ ബ്രേക്ക് ചെയ്ത് എന്തൊക്കെയോ കാണിക്കുന്നു. അവിടെയാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഫിക്സ് ആവുന്നത്. തുടക്കം മുതൽ ഈ പടം ഈ റെഫറൻസുകൾ ഇങ്ങനെ ഒരുപാട് ഉപയോഗിക്കാനുണ്ടെങ്കിൽ ഇനിഷ്യലി മുതലേ സിനിമയുടെ ടോൺ അങ്ങനെയാക്കണം. അതായത് ഇതൊരു കോമഡി. ഇപ്പം ഗുഡ് ബാലകളി കണ്ടിട്ട് ഭയങ്കര സീരിയസ് പടം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക അത് ഇല്ല. ആദ്യത്തെ സീൻ കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു കോമഡി ലൈൻ, കുറച്ച് സ്പൂഫ് ലൈനിലെ പടമാണ്. ഇവിടെയും ആ ഒരു സോൺ പിടിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ പരിപാടികളെല്ലാം വെക്കാം. അപ്പം ലിയോയുടെ റെഫറൻസോ ഇനി റിലീസാകാൻ പോകുന്ന ജനനായക റെഫറൻസ് എന്തും വേണം വെക്കാം. എന്ത് വെച്ച് ഓടിക്കാം, അങ്ങനെ കുഴപ്പമില്ല. കാര്യം പടത്തിൻ്റെ ജോണറോ പടത്തിൻ്റെ സ്റ്റൈലോ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഈ പടത്തിൽ ആ ഗോഡ് മോഡ് വരെ ഒരു പരിധിവരെ ഇവരുണ്ടാക്കിയ ഒരു ലൈനിൽ ആ പടം പോയി. അത് തന്നെ. പക്ഷെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോണത് വേറെ. അവസാനം സിംഗം വരുന്നു, പിന്നെ ലാസ്റ്റ് വേറൊരു കറുപ്പ് സീക്വൻസ് ഇല്ല കാറിന്റെ, അതും ഇങ്ങനെ ടോണലി ഭയങ്കര അതിങ്ങനെ ജമ്പ് ചെയ്ത് അങ്ങനെ വരികയാണ്. അത് പെട്ടെന്നൊരു കാർ വരുന്നു, സൂര്യ ഇങ്ങനെ ഇരിക്കുമല്ലോ ബാക്കിൽ. അപ്പൊ ഞാൻ വെച്ച് എന്തോ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, പക്ഷെ ഒന്നുമില്ല, ചുമ്മാ കാറിന്റെ അതാ പറഞ്ഞത്. അത് പവർ ഡിസ്പ്ലേ സീൻ മാത്രമാണ്. അതിന്റെ സെറ്റിംഗ് ഇല്ല, അത് പെട്ടെന്ന് കോമഡി ആണല്ലോ. നമ്മുടെ പടത്തിന്റെ സിറ്റുവേഷൻ അതൊന്നുമില്ല. പടം ഇങ്ങനെ ഇതിന്റെ മോള് വരച്ചു പോയത് ആ ലൈനി അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അത് ഇന്റർവെൽ വരെ ഉള്ളു. അത് കഴിഞ്ഞ പിന്നെ ഇനി ഗോഡ് മോഡ് തിങ്സിൽ ജസ്റ്റ് ഗോഡ് തിങ്സ് എന്ന് പറഞ്ഞ് ഫൺ പരിപാടി ഉള്ളി അങ്ങനെയാണ്. ഇത് നമ്മളിത് പറയുമ്പോൾ നമ്മളിതിനെ കീറി മുറിക്കുന്നു എന്നുള്ള ലൈനിൽ എടുക്കല്ലേ നിങ്ങൾ? ഇഷ്ടപ്പെടാതെ വന്നു എന്ന് പറയും. നമ്മളിത് എത്ര ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താലും ഈ സിനിമ ഇഷ്ടപ്പെട്ട ഒരു ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് ആ വ്യക്തി പോയി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു റീസൺ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഫസ്റ്റ് ഹാഫ് കണ്ടോണ്ടിരിക്കാന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പേഴ്സണലി ഈ അടുത്തിടെ കണ്ടതിൽ ഏറ്റവും മോശം എഡിറ്റിങ് കണ്ട ഒരു സിനിമയാണിത്. അതിൽ എനിക്ക് ഇത് വളരെ പേഴ്സണലാണ്, എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു എലമെന്റ് ആണ് ഈ റാമ്പിംഗ് എന്ന് പറയുന്നത്. സ്പീഡ് റാമ്പിങ്ങിന്റെ
ഏറ്റവും മോശം എക്സാമ്പിൾ. അതായത് സ്പീഡ് റാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ ഫൈറ്റ് സീൻ്റെ ഇടയ്ക്കത്തെ സ്ലോ മോഷൻ ഉണ്ടല്ലോ, അതായത് സ്പീഡ് വരുന്നു സ്ലോ ആവുന്നു, സ്പീഡിൽ സ്ലോ ആവുന്നു. ഇതിന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിം റേറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റുക. എന്നിട്ട് ഇത് നമ്മൾ പോസ്റ്റിൽ ഇതിന്റെ സ്പീഡ് ഇങ്ങനെ വേരി ചെയ്യും. അപ്പൊ നമ്മള് അതിനൊരു സ്മൂത്ത്നെസ് ഉണ്ട്. നമ്മൾ പല പടത്തിലും അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ആയിട്ട് റാമ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ തമിഴ് സിനിമയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ സ്പീഡിൻ. തെലുങ്ക് പടമാണ്. പക്ഷെ തെലുങ്ക് പടത്തിൽ ഇത്രയും സ്പീഡ് ഞാൻ കണ്ടിട്ടില്ല. ഇതിങ്ങനെ കറുപ്പായി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ 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 ആ അത്രയും സ്പീഡിൽ ഇങ്ങനെ മാറുകയും പിന്നെ ആ മാറിയിട്ട് സ്മൂത്ത് ആവേണ്ട പോയിന്റിൽ കട്ട്, അങ്ങനെ കുറച്ചധികം അരോചകമായ കുറച്ച് എഡിറ്റിംഗ് കണ്ടു. അതേപോലെ തന്നെ ഈ കട്ട് ടു ബ്ലാക്ക് അത് കുറച്ചധികം മറ്റേ ആ ഏതൊരു ഫൈറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഇടിക്കും കട്ട് ടു ബ്ലാക്ക്, ഇടിക്കും കട്ട് ടു ബ്ലാക്ക്, ആ സാധനമില്ല നമ്മുടെ KGF സെക്കൻഡിൽ കാർണക്സിൻ്റെ ഇടയ്ക്ക് വരുന്ന പോലെ അങ്ങനെ കുറച്ചധികം എഡിറ്റിങ്ങിൽ. പിന്നെ പലപ്പോഴും ഈ സൂര്യ പഞ്ച് ഡയലോഗ് പറയുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് സൂര്യയുടെ ബാക്കിലും ഉണ്ട് ക്യാമറ വെച്ചേക്കും. അപ്പം പഞ്ച് ഡയലോഗ് പറയുന്നത് സൂര്യ തിരിയുമ്പം ലുക്കിലാണ് ആ ഡയലോഗ് നമ്മൾ ബാക്കിൽ നിൽക്കുക ക്യാമറ വെച്ചിട്ട്. അപ്പം അതെന്താ അങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? ഇത് ഡയലോഗ് പറയുമ്പം അതെ, ആ ഡയലോഗ് പറയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പടത്തിൽ എല്ലാവരും ഓൺ സെറ്റിൽ പറഞ്ഞ ഡയലോഗും ഡബ് ചെയ്ത ഡയലോഗും രണ്ട് വഴി. എസ്പെഷ്യലി തൃഷ, അതും തൃഷയുടെ ക്ലോസപ്പ് വെക്കുമ്പോഴും തൃഷ എന്തോ 1 2 3 എന്തോ പറയുന്നുണ്ട്, WWW അങ്ങനെ എന്തോ പറഞ്ഞേക്കുന്നത്. ഡബിൽ വേറെ. അപ്പോൾ ഇവർ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് എഡിറ്റ് ചെയ്ത്. എന്താ ബ്രില്യൻ്റ് എഡിറ്റിംഗ് എന്താ? പുള്ളിക്കാരുടെ ഡയലോഗ് പറഞ്ഞ് തുടങ്ങുമ്പോൾ കട്ട് ചെയ്ത് ബാക്ക് ഷോട്ട് പോകും. ബാക്ക് ഷോട്ട് പോകും. അപ്പോൾ എന്ത് സംഭവം ലിപ്സിംഗ് പെട്ടെന്ന് പിടിക്കത്തില്ല, പക്ഷെ നമുക്ക് പിടിക്കും. ഈ പടത്തിന്റെ അതെ ഈ പടത്തിലെ നമ്മുടെ നായകനും വില്ലനും ഒരാളാണ് RJ ബാലാജി. ബാലാജിയുടെ കയ്യിലാണ് ഈ പടം നശിച്ചുപോയത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പുള്ളി മറ്റേ തിയേറ്ററിൽ നിന്ന് ഒരു അലറിയ സംഭവം ഉണ്ടല്ലോ. ശരിക്കും അത് ഈ സിനിമ ഒരു ഗംഭീര പടമായിരുന്നെങ്കിൽ ആ സാധനം വർത്താണ്. പക്ഷേ ഈ സിനിമ ഗംഭീര പടമായിട്ട് ഫീൽ ചെയ്തവർക്ക് ആ സീൻ മറ്റേ ഏതാണെന്നറിയോ, ജേഴ്സിയിലെ മറ്റേ സീനിൻ്റെ സംഭവമാണ്. പക്ഷേ എനിക്ക് ബേസിക്കലി ആ സീൻ ഞാൻ ഈ പടം കണ്ടതിന് ശേഷം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊരു തമാശ വീഡിയോ ആയിട്ടാണ് ഫീൽ ചെയ്തത്. സംബന്ധിച്ച് മറ്റാളുകൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എനിക്കില്ല. അതായത് ചില സിനിമകൾ ഇമോഷണലി മാത്രം കണക്ട് ചെയ്യുന്ന ചില സിനിമകളുണ്ട്. അതായത് ഇപ്പം ഈ സിനിമയുടെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ സൂര്യയാണ്. അല്ല, സൂര്യ ഉണ്ട്, അത് നമുക്കുണ്ട്. ബട്ട് ഈ കറുപ്പയ്യ സ്വാമി എന്ന എലമെന്റുമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സൂര്യയുടെ കുറച്ച് ഹൈ മാത്രം കിട്ടി ഈ പടത്തിൽ നിന്ന്. അതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സീനിൽ വേറൊരു ഹൈ കൂടെ ആ വ്യക്തിക്ക് കിട്ടും. ആ കറുപ്പയ്യ സ്വാമിയുടെ ഇത്രയും മ്യൂസിക്കും വിഷ്വൽസിലും കറുപ്പയ്യ സ്വാമിയെ കാണാൻ പറ്റിയിട്ടുള്ളവർക്ക്. അവരിങ്ങനെ അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഈ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പം മുളകരച്ച് പ്രാർത്ഥിക്കും, ആ സാധനമൊക്കെ ഇല്ല. ആ സീക്വൻസിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല, നമ്മൾ ആ വിഷ്വൽസ് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പടങ്ങൾ ഇറങ്ങുമല്ലോ, രക്തം കൊണ്ട് നമ്മൾക്ക് ആ ഡയലോഗും പരിപാടികളൊക്കെ ഒരു ഇമോഷണൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരെ സംബന്ധിച്ച് വേറൊരാള് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഇപ്പം നമ്മൾ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ഹൈ ഉണ്ട്. അപ്പൊ അത് ചെറിയ സംഭവമാണെങ്കിൽ പോലും നമുക്കതൊരു ഇൻട്രസ്റ്റ്. നമ്മളിങ്ങനെ മറ്റേ സലികുമാർ മറ്റേ ഉദയനാർ തിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും അന്ന് പറയുന്നത് ഉണ്ടായതല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഇതിനകത്ത് വരുമ്പോഴത്തേക്കോ അത് ശരിയാണ്, അതാണ് നമ്മുടെ ആ സാധനം നമുക്ക് ഇല്ല. ഇപ്പൊ കറുപ്പയ്യ സ്വാമിയോട് അത്ര അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പം നമ്മൾ ഈ എല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെയാണ് കറുപ്പയ്യ സ്വാമിയുടെ പരിപാടികളെന്ന് നമുക്കറിയാം. ഇപ്പൊ തമിഴ്നാട്ടിൽ എല്ലാ എല്ലയ്ക്കും ഒരു കറുപ്പേസം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ടർ ലൈൻ ഓഫ് ദൈവങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാമെന്നുള്ളതല്ലാതെ ആ എലിമെന്റ് നമുക്ക് ആ ആംഗിളിൽ നമുക്ക് ഈ പടത്തെ കാണാമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ റിവ്യൂഡ് ആയിരിക്കും ഈ പടം. ക്ലൈമാക്സിൽ സീക്വൻസ് ഉണ്ട്, അതിന് മിക്സ്ഡ് റിവ്യൂസ് കിട്ടാൻ സാധ്യതയുള്ളൊരു സീക്വൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരുപാട് റിവ്യൂസ് പറഞ്ഞു, നീ പറഞ്ഞ ഈ കാന്താര എലമെന്റ് കിട്ടിയില്ല. കാന്താര എലമെന്റ് എന്ന് ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. അതായിരിക്കും ചേട്ടാ. കാന്താര എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാന്താരയുടെ ലാസ്റ്റ് ഉള്ള പോലത്തെ, അതായത് ബേസിക്കലി ഒരു ഡെമിഗോഡ് ആയിട്ട് വന്ന് പെർഫോം ചെയ്യുന്ന ആ ഒരു സംഭവമില്ലേ, അതാണ് ഈ കാന്താരയുടെ കണക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു സംഭവം ഇല്ല അതുമായിട്ട്. ആ സീക്വൻസ് ഒരു പരിധി വരെ എനിക്ക് ഡിസ്കണക്ട് ആയിരുന്നു. അതിന്റെ VFX ഒക്കെ എന്ന് പറഞ്ഞാൽ അടുത്തിടെ കണ്ടത് ഏറ്റവും പരാജയ. അതാ എനിക്ക് മനസ്സിലാത്തത്. അതായത് ഇവർ ഓൾറെഡി ഇവർക്കറിയാം കാര്യം ഇതൊന്നും അല്ല ആൾക്കാർക്ക് ഇഷ്ടം. സൂര്യ നമ്മൾ ഷോട്ട് വെക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കൈയടിച്ചോളും, ബാക്കിയെല്ലാം നമുക്ക് കുഴപ്പമില്ല. VFX ഒക്കെ എന്ത്, ഞാൻ അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് എടുക്കുന്ന പടമല്ലേ, അതിനകത്ത് VFX ഒക്കെ ഇത്ര വളരെ ഷോക്കായിട്ട് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഈ പടത്തിൻ്റെ ആക്ഷൻ സീക്വൻസിൽ എസ്പെഷ്യലി റോപ്പ് വർക്ക്, ഈ ആൾക്കാർ ഇങ്ങനെ ഏറി നിൽക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ അതൊരു
അതിന്റെ ബാക്കിംഗ് ഒന്നുമില്ല. അതായത് ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഒന്ന് മറ്റേ തലയില് തീ വരുന്ന ഗോസ്റ്റ് റൈഡർ മറ്റേ ഒരു ചെയിനൊക്കെ ഇട്ടിട്ട് ഇവരെ വലിച്ചോണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം വരെ ഉണ്ട്. ഇപ്പൊ അന്യനിൽ ആക്ച്വലി വെബ്സൈറ്റിനകത്ത് കയറുമ്പോൾ നരകമാണ്. അപ്പൊ ഇതിനകത്ത് ഈ കറുപ്പയുടെ ബാക്കി സ്റ്റോറി എനിക്കറിയില്ല, നമുക്കറിയത്തില്ല. ഒരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അറിയായിരിക്കും ഇങ്ങനെ കറുപ്പയ സ്വാമി കൊണ്ടുവന്ന് ഇന്ന ഇതിലേക്കാണെന്ന്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി അറിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ഇങ്ങനെ ചെയിനി വലിച്ചോണ്ട് എല്ലാവരും ഏറെ ഇങ്ങനെ നിൽക്കുന്നവരിങ്ങനെ കാണുന്നു. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ മറ്റേ സ്റ്റേജ് 6 അപ്സൈഡ് ഡൗൺ വേൾഡ് പോലെ അവിടെ ഇവർ സ്റ്റക്കായി പോവാണ്, തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. അങ്ങനെ അറിയില്ല, എനിക്കറിയില്ല. കാര്യം ഒരു പറയാൻ കാരണം വേറൊരു റീസൺ ഉണ്ട്. ഇന്റർവ്യൂല് കഴിഞ്ഞ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ തൃഷ മറ്റേ ഇതിൽ വരുന്ന പോലെ സ്ട്രേഞ്ചർ തിങ്സ് വരുന്ന ഒരു ഷോട്ടുണ്ട്. അതിൽ ആക്ച്വലി സൂര്യയുടെ ക്യാരക്ടർ ഈ കറുപ്പയ്യ സ്വാമി വരുന്നൊരു ഷോട്ടുണ്ട്, ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒരുപാട് അതൊരു ഗെയിമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സാധനം ഓർമ്മ എവിടെയോ ഞാൻ ആ വിഷ്വലി കണ്ടിട്ടുണ്ട്. ബട്ട് സൂര്യ തൃശ്ശ സ്വപ്നം കാണുന്നു. അതെ, സ്വപ്നം കാണുന്നു. അപ്പൊ അത് ഒരു മിക്സ്ഡ് ബാഗ് ആണ്. പക്ഷെ ഇത് കുറച്ച് എനിക്ക് പേഴ്സണലി ഇത് കുറച്ച് ഫ്ലാറ്റായി തോന്നാനുള്ള മേജർ റീസൺ അർജയ് ബാലാജി ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും, അത് റൈറ്റിംഗ് ആയാലും ഡയറക്റ്റിംഗ് ആയാലും ആക്ടിങ് ആയാലും ഭയങ്കര ഫ്ലാറ്റായിരുന്നു. അതിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള എഡിറ്റിംഗ് ആണ്. ഒരു സീനിന് ഒരു താളമോ ബോധമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ സംഭവിച്ചു. ഒരു സെക്കൻഡ് ഹാഫ് കുറേ അധികം മറ്റേ മൊണ്ടാഷസും പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നുള്ളൂ. പക്ഷെ ഭയങ്കര ഡിസ്കണക്റ്റഡ് ആയിരുന്നു പടം. അതാ നമ്മൾ ആദ്യം പോലെ പറഞ്ഞ റീല് പോലെ. അതായത് നിങ്ങൾ റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രത്യേകം അറിയോ, അടുത്ത റീലിൽ എന്താ വരുന്നത്, എന്ത് ഇമോഷനാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു ട്രാൻസിഷൻ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു ഹൊറർ സ്റ്റോറി ആയിരിക്കും, തൊട്ടടുത്ത സ്ക്രോൾ ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഡാൻസ് വീഡിയോ ആയിരിക്കും. അങ്ങനെ അത് നമുക്കറിയില്ല. തീരുമാനിക്കാം, ഡയറക്ടർ തീരുമാനിച്ചിരുന്നു. നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോൾ തിയേറ്റർ മൊമെന്റ് എന്നൊരു പറയുന്നു, തിയേറ്റർ മൊമെന്റ് ഉണ്ടാക്കുന്നു. അത് തിയേറ്ററിൽ മൊമെന്റായി ഫീൽ ചെയ്തവർക്ക് ഓക്കെ, നിങ്ങളുടെ പൈസ വസൂൽ. ഫീൽ ചെയ്തവർക്ക് സെയിം സ്റ്റോറി എടുത്ത് ഈ കറുപ്പയ്യക്ക് ഒരു ഹൊറർ എലമെന്റ് എന്തെങ്കിലും ഒരു മറിച്ചൊരു എലമെന്റ് കൊടുത്ത് ഒന്നും ചെയ്യണ്ട. ഈ സാധനം തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ ഫാൻ സർവീസിന് പകരം കുറെ കൂടെ ഇവർ സ്റ്റോറി ഓറിയന്റഡ് ആയിട്ടാണെങ്കിൽ ഒരു വേ ബെറ്റർ പടം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇവർ ഈ പറയുന്ന ലിയോയുടെ റെഫറൻസ് എടുത്തില്ല. ഇപ്പൊ ഈ ലിയോയിൽ ഇപ്പം ഒരു പരിധി വരെ ലോകേഷൻ, ഞാൻ അത്ര ഫാൻ അല്ല എന്നാലും പറയുവാണ്, ഇപ്പൊ ലോകേഷൻ ഒരു ജോണർ കീപ്പ് ചെയ്യാൻ അറിയാം. ഒരു ജോണർ എടുത്താൽ ഈ ജോണറിനകത്ത് നിർത്തി പടം തീർക്കാൻ. ഞാനൊരു ആക്ഷൻ പടം എടുക്കുകയാണ്, ആ ആക്ഷൻ പടത്തിനകത്താണ് അത്. അതിന്റെ ഇടയ്ക്ക് അത് ഫാന്റസി വരാനോ അതിന്റെ ഇടയ്ക്ക് അത് മറ്റേ കോമഡി പടമാകാനോ അങ്ങനൊന്നും ശ്രമമില്ല. ഇവിടെ ഈ സിനിമയുടെ അങ്ങനെ ചെയ്യാവുള്ളതല്ല, എന്നാലും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പടത്തിന് ഒരുപാട് ഉപകാരം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറയുന്നത് ഈ പടത്തിൽ ഇപ്പൊ ഈ പടത്തിന്റെ ജോണർ എന്താണെന്ന് നിന്റെ ഡയറക്ടറോട് ചോദിച്ചാൽ പുള്ളി എന്ത് പറയും? ഇതൊരു ഫാന്റസി ആക്ഷൻ മാസ് പടമാണെന്ന് പറയും. പക്ഷേ ഇതൊരു കോർട്ട് റൂം ഡ്രാമയുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ചധികം കോമഡി ലൈനിലേക്ക് പോകും, കുറച്ച് സ്പൂഫ് ആകും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഏതോ ഒരു പോസ്റ്റിൽ വായിച്ചിരുന്നു പടം റിലീസിന് മുമ്പ്, സൂര്യ പറഞ്ഞു ഇത് സ്പൂഫാണെന്ന് പറഞ്ഞു. അതിൻ്റെ ജെന്യൂനിറ്റി എനിക്കറിയില്ല. അങ്ങനൊരു വേർഡ് ഞാൻ കേട്ടു. ഞാനൊരു സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടു. പക്ഷേ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. പടം കണ്ട് തീർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഒരു സ്പൂഫ് സ്വഭാവം ഉണ്ട് കുറേ സ്ഥലത്ത്. അതെന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ എല്ലായിടത്തും കിടന്ന് കുഴഞ്ഞു പറഞ്ഞു പോയി. ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞാണ് നമ്മുടെയും റിവ്യൂ. ഈ റിവ്യൂ റിവ്യൂ അല്ല, ഡിസ്കഷൻ. എപ്പോഴും നമ്മൾ പറയുന്നത് റിവ്യൂ എന്ന പേര് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്കഷൻ. ആക്റ്റീവ്ലി നമ്മൾ ഡിസ്കഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. സോ അപ്പോൾ ഗൈസ്, ഇതാണ് കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ നമുക്കുണ്ടാക്കിയ ഇമ്പാക്റ്റ്. നമ്മൾ പറഞ്ഞത് നമ്മുടെ മാത്രം അഭിപ്രായമാണ്. സോ സിനിമ കാണാത്തവർ സിനിമ കണ്ടിട്ട് വരിക. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. തെറി പറയാതെ അത് മാന്യമായ രീതിയിൽ പറയും. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും, നോ പ്രോബ്ലം. എനിക്ക് അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ അത് വായിച്ചിട്ട് നമ്മൾ ഉടനെ അങ്ങനെ വെക്കും, അങ്ങനെ ചിന്തിക്കുന്നതാണെന്ന് തോന്നുന്നു പ്രശ്നം. അതായത് ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് വന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും അങ്ങനെ പറഞ്ഞാൽ ഇവനുടനെ പറയും നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല, സിനിമ അറിയില്ല. അങ്ങനെയല്ല. സിനിമ എന്ന് പറയുന്നത് കാണുന്ന ആൾക്ക്, അയാൾക്കാണ് ഈ പടം അനുഭവമാണ്. അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് കാര്യം. അല്ലാതെ അതിനകത്ത് ഈ സിനിമയിൽ ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരും എന്നുള്ള സംഭവമൊന്നുമില്ല. സിനിമ കാണുന്നവർക്ക് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. സിമ്പിൾ. അതൊരാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന്, നമുക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ പോയി അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇഷ്ടപ്പെട്ടില്ല ബ്രോ, ഓക്കെ കൂൾ. കുറച്ചധികം കാണുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ച്. അതെ, നമ്മളിത് വിചാരിക്കുന്നു. നമ്മളത് ഉറപ്പായിട്ടും അത് ചെയ്യുന്നതായിരിക്കും.
സോ നമുക്ക് കറുപ്പിൻ്റെ നമ്മുടെ ഡിസ്കഷൻ 79 കുറച്ച് ഇത് ആക്ച്വലി കറുപ്പ് നമ്മൾ ഈ അടുത്ത് ചെയ്താലും കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും, 1 മണിക്കൂർ വന്നിട്ടില്ലല്ലേ ഈ അടുത്തൊന്നും. സോ നല്ലൊരു കൊമേഴ്ഷ്യൽ സൂര്യ സിനിമ പ്രതീക്ഷിച്ച് പോയിട്ട് ഉള്ള ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഈ ലെങ്ത്. പേഴ്സണലി സൂര്യയുടെ തിരിച്ചുവരവിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കതില്ല. നമ്മൾ റെട്രോ ബേസിക്കലി നമുക്ക് നമ്മുടെ റിവ്യൂ കണ്ടാൽ റെട്രോ നമ്മൾ മെജോറിറ്റിയും നമ്മൾ വർക്കായ പടമാണ് മെട്രോ. നമുക്ക് ഡിസഗ്രിമെന്റ്സ് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ റെട്രോയിൽ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ക്ലൈമാക്സ് ആയാലും കുറച്ച് റൈറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പേഴ്സണലി സൂര്യ എന്ന ആക്ടറിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പോയിട്ട് തിയേറ്ററിൽ ഞങ്ങൾ ഫാൻ ഷോ കണ്ടതാണ് റെട്രോയുടെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയത്. സോ അതുകൊണ്ട് കറുപ്പിലാണ് സൂര്യ തിരിച്ചു വരുന്നതെന്ന് പറയുന്നവരോട് എനിക്കില്ല, സൂര്യ ഓൾറെഡി തിരിച്ചു വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ, സിമ്പിൾ.